ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ഐ+ന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരി, നോക്കിക്കേ, നമ്മൾ കൗൺസിലിംഗ് ഇൻ സോഷ്യൽ വർക്ക് പ്രാക്ടീസ് എന്ന് പറയുന്ന മൊഡ്യൂളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ശരി, അപ്പൊ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ആദ്യം നോക്കാം. അസേഷൻ റീസൺ ആണ് ആദ്യം ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് അങ്ങനെ ഇതായിട്ട് പോകാം. ആദ്യം കുറച്ച് അസേഷൻ പിന്നെ സ്റ്റേറ്റ്മെന്റ്സ് അങ്ങനെ പോകാന്ന് വെച്ചു. സോ നോക്കിക്കേ, ആദ്യത്തെ അസേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഇൻ ക്ലയന്റ് സെന്റർഡ് കൗൺസിലിംഗ് ദ കൗൺസിലർ അവോയ്ഡ്സ് ഗിവിംഗ് ഡയറക്റ്റ് അഡ്വൈസ്. അതിന്റെ റീസൺ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ക്ലയന്റ് സെന്റർഡ് കൗൺസിലിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഹാവ് എൻ ഇന്നേറ്റ് ആക്ച്വലൈസിംഗ് ടെൻഡൻസി. ഇതിന്റെ ആൻസർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവോ നിങ്ങൾ? അസേഷനും റീസണും ആണ് നോക്കുക. അസേഷൻ കറക്റ്റ് ആണോ നോക്കുക, റീസൺ കറക്റ്റ് ആണോ നോക്കുക, അസേഷനെ കറക്റ്റ് ആയിട്ട് റീസൺ ചെയ്യുന്നുണ്ടോ നോക്കുക, അത് ഏതെങ്കിലും തെറ്റാണോ നോക്കുക. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാവോ? കേട്ടിട്ടുണ്ട്. ഓക്കെ, ഉത്തരം തെറ്റിക്കോട്ടെ, എന്നാൽ പോലും നിങ്ങൾ ജസ്റ്റ് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ, ആൻസർ ചെയ്യാതിരിക്കല്ലേ. ചനുജ കേട്ടിട്ടുണ്ട്. ശരി, എന്താ ചോദിച്ചിരിക്കുന്നത്? ക്ലയന്റ് സെന്റേഡ് കൗൺസിലിംഗിൽ കൗൺസിലർ അവോയ്ഡ്സ് ഗിവിംഗ് ഡയറക്റ്റ് അഡ്വൈസ്. ശരിയല്ലേ പറഞ്ഞിരിക്കുന്നത്? ക്ലയന്റ് സെന്റേഡ് കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലർ എന്ത് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് അഡ്വൈസ് കൊടുക്കുന്നില്ല. കാരണം എന്താ? അത് കൗൺസിലേഴ്സിനല്ല അവിടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. നമ്മൾ ആരെ ഫോക്കസ് ചെയ്യുന്നത്? ക്ലയന്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ക്ലയന്റിനെ ചുറ്റിപ്പറ്റി അല്ലെങ്കിൽ ക്ലയന്റിനെ സെന്റർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ കൗൺസിലിംഗ് പ്രോസസ് മുന്നോട്ട് പോകുന്നത്, അല്ലെ? ഇപ്പൊ റോജേഴ്സ് ഇത് പ്രപ്പോസ് ചെയ്ത സമയത്ത് ഇതിന്റെ മെയിൻ സംഭവം അത് തന്നെയായിരുന്നു. എന്തായിരുന്നു? ക്ലയന്റിനാണ് അവിടെ എക്സ്ട്രീം ഫോക്കസ് വരുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ക്ലയന്റിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വിധത്തിൽ കൗൺസിലർ ഡയറക്റ്റ് ആയിട്ട് അഡ്വൈസ് കൊടുക്കുക എന്നുള്ള സംഭവം ഉണ്ടായിരിക്കുമോ? ഇല്ല. ക്ലയന്റിന്റെ വിൽ പവർ വെച്ചിട്ട് അല്ലെങ്കിൽ ക്ലയന്റിന്റെ സെൽഫ് ആക്ച്വലൈസിങ് കപ്പാസിറ്റി വെച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതിനുള്ള ഡ്രൈവിനെ ആയിരിക്കും നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെ? അപ്പോൾ ഫസ്റ്റ് അസേഷൻ എന്നുള്ളത് കറക്റ്റ് ആണ്. ഇനി അതിന്റെ റീസൺ ആയിട്ട് എന്താ കൊടുത്തിരിക്കുന്നത്? ക്ലയന്റ് സെന്റർഡ് കൗൺസിലിംഗ് ഈസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ഹാവ് ആൻ ഇന്നേറ്റ് ആക്ച്വലൈസിംഗ് ടെൻഡൻസി, അല്ലെ? എല്ലാ വ്യക്തികൾക്കും അവരുടെ ഉള്ളിൽ തന്നെ ഒരു ആക്ച്വലൈസിങ് ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇന്നേറ്റ് ഉള്ളിൽ തന്നെയുള്ള, അല്ലെങ്കിൽ അവർക്ക് എന്താ പറയാ, അവർ അച്ചീവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ആക്ച്വലൈസിങ് ടെൻഡൻസി ഉണ്ട്. അതിന് ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, ക്ലയന്റ് സെന്റർഡ് കൗൺസിലിംഗ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ കറക്റ്റ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടാണ് എന്ത് ചെയ്യാത്തത്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് അഡ്വൈസ് കൊടുക്കാത്തത്. അപ്പൊ അതല്ല ആ ഒരു അസേഷന്റെ കറക്റ്റ് റീസൺ അല്ലേ പറഞ്ഞിരിക്കുന്നത്? ഇന്ന കാരണം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഡയറക്റ്റ് അഡ്വൈസ് കൊടുക്കുന്നില്ല. സോ അസേഷനും റീസണും കറക്റ്റ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത്? സോ അതിന്റെ ആൻസർ ഏതായിരിക്കും വരിക? എ ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഓക്കെ, so both assertion and reason are true. R is the correct explanation of A. Clear അല്ലേ? അത് ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒരു തംസ് ഇടാവോ ഈ ചോദ്യം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ? ഓക്കെ ഓക്കെ, താങ്ക് യു. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൗണ്ടർ ട്രാൻസ്ഫറൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ കൗണ്ടർ ട്രാൻസ്ഫറൻസിന്റെയും ട്രാൻസ്ഫറൻസിന്റെയും കൺസെപ്റ്റ് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും കാണണം കേട്ടോ വീഡിയോ. ആ കൺസെപ്റ്റ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കല്ലേ. ട്രാൻസ്ഫറൻസ് ആൻഡ് കൗണ്ടർ ട്രാൻസ്ഫറൻസ് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് വൃത്തിക്ക് പഠിച്ചു വെക്കുക, മറ്റേത് അതിന്റെ ഓപ്പോസിറ്റ് ആണെന്ന രീതിയിൽ ഓർത്ത് വെക്കുക. സോ മസ്റ്റ് ആയിട്ട് നിങ്ങൾ സ്കിപ്പ് ആവാതെ നോക്കേണ്ട ഒരു ടോപ്പിക് ആണ് കൗണ്ടർ ട്രാൻസ്ഫറൻസും ട്രാൻസ്ഫറൻസും കേട്ടോ. എന്താ എഴുതിയിരിക്കുന്നത്? കൗണ്ടർ ട്രാൻസ്ഫറൻസ് മേ നെഗറ്റീവ്ലി അഫക്ട് ദ കൗൺസിലിംഗ് പ്രോസസ്. ഇൻ കൗണ്ടർ ട്രാൻസ്ഫറൻസ് ഇറ്റ് ഇൻക്ലൂഡ്സ് ദ കൗൺസിലേഴ്സ് ഇമോഷണൽ റിയാക്ഷൻസ് ടു ദ ക്ലൈന്റ്. നോക്കുക, അസേഷനും റീസണും കറക്റ്റ് ആണോ നോക്കുക. ഓക്കെ, ജയ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഓക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ, ആൻസർ ചെയ്യാതിരിക്കരുത്. കാരണം നമുക്ക് എക്സാം അടുത്തെത്താറായി തുടങ്ങി. ഇനി നമ്മളിങ്ങനെ നമുക്കിങ്ങനെ സ്കിപ്പ് ചെയ്ത് എല്ലാ ചോദ്യവും സ്കിപ്പ് ചെയ്ത് പോകാൻ പറ്റില്ല. സോ ട്രൈ ടു ആൻസർ. തെറ്റിക്കോട്ടെ, തെറ്റിയാലും കുഴപ്പമില്ല. നമ്മൾ എപ്പോഴും പറയുന്നില്ല തെറ്റിയാലും കുഴപ്പമില്ല, പക്ഷെ നിങ്ങൾ ആ ഒരു അറ്റംപ്റ്റ് എടുക്കുക. ഇപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഫ്രീ ആയിട്ട് എടുക്കാനോ, ഇവിടെ നിങ്ങൾക്ക് തെറ്റിയാലും കുഴപ്പമില്ല. സോ ഇവിടെ നിങ്ങൾ ഇങ്ങനെ അറ്റംപ്റ്റ് എടുത്താലാണ് അപ്പോൾ നിങ്ങൾക്ക് അവിടെ ശരിയാവുള്ളൂ. ഓക്കെ, ഇപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്, എന്താ പറഞ്ഞിരിക്കുന്നത്? കൗണ്ടർ ട്രാൻസ്ഫറൻസ് മേ നെഗറ്റീവ്ലി അഫക്ട് ദ കൗൺസിലിംഗ് പ്രോസസ്, അല്ലെ? കൗൺസിലിംഗ് പ്രോസസ്സിനെ കൗണ്ടർ ട്രാൻസ്ഫറൻസ് നെഗറ്റീവ്ലി അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ലേ? ഉണ്ട്. എന്തുകൊണ്ടാണ്? എന്താ കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്നുള്ള ഒരു കൺസെപ്റ്റ്?
നമ്മൾ പറഞ്ഞിട്ടുള്ളതാണല്ലേ, കൗൺസിലർക്ക് ക്ലയന്റിനോട് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ റിയാക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക, രത്ന ചുരുക്കത്തിൽ അല്ലെങ്കിൽ അത്രയും ഷോർട്ട് ആയിട്ട് നമ്മൾ കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ട്രാൻസ്ഫറൻസിൽ അപ്പൊ ആർക്കായിരിക്കും, ക്ലയന്റിന് കൗൺസിലറോട് തോന്നുന്ന ഒരു ഇമോഷണൽ റിയാക്ഷൻ അല്ലെങ്കിൽ ക്ലയന്റിന്റെ പാസ്റ്റ് ലൈഫിലുള്ള എന്തെങ്കിലും ഒരു ഇമോഷണൽ റിയാക്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൗൺസിലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ക്ലയന്റിന് പാസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോടുള്ള പെർട്ടിക്കുലർ ഇമോഷണൽ റിയാക്ഷൻസിന് എന്ത് ചെയ്യുന്നു, കൗൺസിലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നു. ഇതേ സ്ഥാനം കൗൺസിലർ ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്, കൗണ്ടർ ട്രാൻസ്ഫറൻസ് നെഗറ്റീവ്ലി അഫക്ട് ചെയ്തേക്കാം കൗൺസിലിംഗ് പ്രോസസ്സിനെ. ചാൻസസ് ഇല്ലേ, നെഗറ്റീവ്ലി എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഷുവർ പെർസെന്റേജ് ആയിട്ടോ 100% ആയിട്ടോ അഫക്ട് ചെയ്യുന്ന ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് എന്നല്ല, അഫക്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. ശരിയല്ലേ, ചാൻസസ് ഉണ്ട്. കൗണ്ടർ ട്രാൻസ്ഫറൻസിൽ കൗൺസിലേഴ്സ് ഇമോഷണൽ റിയാക്ഷൻ ടു ദ ക്ലയന്റ്. അതുകൊണ്ടല്ലേ എന്താ കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത്, കൗൺസിലേഴ്സിന് ഇമോഷണൽ റിയാക്ഷൻ ടു ദ ക്ലയന്റിനോട് ഉണ്ടാവുന്ന ഇമോഷണൽ റിയാക്ഷൻ ആണ്. അതുകൊണ്ട് അത് മേ ബി എന്ത് ചെയ്യാം, കൗൺസിലിംഗിനെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? എ ആൻഡ് ആർ ആർ ടു, ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ക്ലിയർ അല്ലേ ആ സ്റ്റേറ്റ്മെന്റ്? അത്ര ബുദ്ധിമുട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. അത് കണ്ട് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ അല്ലേ? ജോയിൻ ചെയ്ത ദിവസം പറയണേ. ഓക്കെ, താങ്ക് യു. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. Cognitive counseling focus on identifying maladaptive thought patterns. Okay. Behavior therapy emphasize reinforcement of desired behaviors through conditioning. ശരിയാണോ നോക്കാവോ? അസേർഷൻ റീസൺ ഒന്ന് നോക്കാവോ? ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. ബി. ഓക്കെ, സനോജ് ബി പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. Okay. പറഞ്ഞിട്ടുണ്ട്. സാവിത്രി എ പറഞ്ഞിട്ടുണ്ട്. ശരി, എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? കോഗ്നിറ്റീവ് കൗൺസിലിംഗ് ഫോക്കസ് ഓൺ ഐഡന്റിഫൈങ് മാലഡാപ്റ്റീവ് തോട്ട് പാറ്റേൺസ്. ശരിയല്ലേ ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്? കോഗ്നിറ്റീവ് കൗൺസിലിംഗിൽ മാലഡാപ്റ്റീവ് ആയിട്ടുള്ള തോട്ട് പാറ്റേൺസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. കറക്റ്റ് അല്ല സ്റ്റേറ്റ്മെന്റ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. മാലഡാപ്റ്റീവ് ആയിട്ടുള്ള തോട്ട് പാറ്റേണിനെയാണ് ഫോക്കസ് ചെയ്യുക. മാലഡാപ്റ്റീവ് ബിഹേവിയർ ആണെങ്കിലോ, അതല്ലെങ്കിൽ നമ്മൾ ബിഹേവിയറിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഓർക്കണം, അത് ബിഹേവിയർ മോഡിഫിക്കേഷൻ ആണ് വരുന്നത്. ഓർത്ത് വയ്ക്കുക. സോ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ ചിന്തയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്, തോട്ടുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ അതെങ്ങനെ അങ്ങനെ ഓർത്ത് വെക്കുക, ഒരു കീവേഡ് അങ്ങനെ ഓർത്ത് വെക്കുക. കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തോട്ട്, ചിന്തയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. സോ മാലഡാപ്റ്റീവ് തോട്ട് പാറ്റേൺസിനെ ഫോക്കസ് ചെയ്യുന്നു. കറക്റ്റ് ആണ്. ബിഹേവിയർ തെറാപ്പി എംഫസൈസ് റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ഡിസൈർഡ് ബിഹേവിയേഴ്സ് ത്രൂ കണ്ടീഷനിങ്. അല്ലെ, നമ്മൾ പഠിച്ചതല്ലേ, കണ്ടീഷനിങ് വഴി നമുക്ക് ഒരു ഡിസൈർഡ് ബിഹേവിയറിനെ റീഇൻഫോഴ്സ് ചെയ്യുന്നു. അല്ലെങ്കിൽ അൺഡിസൈർഡ് ബിഹേവിയർ ആണെങ്കിൽ പണിഷ്മെന്റ് അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ കൊടുക്കുന്നു തുടങ്ങിയ സംഭവങ്ങളല്ലേ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലല്ലേ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പോസിറ്റീവ് പണിഷ്മെന്റ്, നെഗറ്റീവ് പണിഷ്മെന്റ് തുടങ്ങിയ കൺസെപ്റ്റുകൾ അല്ലേ. അപ്പൊ എന്താ, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും ആക്ച്വലി കറക്റ്റ് അല്ലേ? അസേഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ഇനി നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സംഭവമാണ്, രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്ന് വിചാരിച്ചാൽ നമ്മൾ ആദ്യം തന്നെ എ എന്ന് കുത്താൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മൾ ജസ്റ്റ് വായിച്ചു നോക്കുക, രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് റീസൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളതും കൂടെ നോക്കണം. ഇവിടെ എന്താ, രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണ്, പക്ഷെ രണ്ടും ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലേ? കോഗ്നിറ്റീവ് കൗൺസിലിംഗും ബിഹേവിയർ തെറാപ്പിയും രണ്ടും എന്താണ്, രണ്ട് സ്ട്രീമിൽ നിൽക്കുന്നതാണ്. കോഗ്നിറ്റീവ് കൗൺസിലിംഗ് ഇന്നതാണെന്ന് പറയുന്നു, ബിഹേവിയർ തെറാപ്പി ഇന്നാന്ന് പറയുന്നു. ഇവിടെ കറക്റ്റ് ആയിട്ട് റീസൺ ചെയ്യുന്നുണ്ടോ? ഇവിടെ കറക്റ്റ് ആയിട്ട് റീസൺ ചെയ്യുന്നില്ല. പക്ഷെ എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഏതാ പിക്ക് ചെയ്യേണ്ടത്? എ ആൻഡ് ആർ ആർ ടു, ആർ ഡസ് നോട്ട് എക്സ്പ്ലെയിൻ എ എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, എന്താണ്, എയും ആറും കറക്റ്റ് ആണ്, അസേഷനും റീസണും കറക്റ്റ് ആണ്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, അസേഷനെ കറക്റ്റ് ആയിട്ട് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ബി ആണ് ഇതിന്റെ ആൻസർ വരിക കേട്ടോ. ശ്രദ്ധിക്കണേ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുമ്പോൾ, അസേഷൻ റീസൺ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയ പെട്ടെന്ന് തന്നെ അത് എ ആണെന്ന് വിചാരിക്കരുത്, ബിക്കുള്ള പോസിബിലിറ്റി ഉണ്ടോ എന്ന് കൂടെ ചിന്തിക്കണം. ഓക്കെ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എളുപ്പം ഉത്തരം കിട്ടും, സിയോ ഡിയോ ആയിരിക്കും. അസേഷൻ തെറ്റിക്കഴിഞ്ഞാൽ സി കറക്റ്റ് ആയിട്ട് കുത്തുക, പിന്നെ ഒന്നും നോക്കണ്ട. റീസൺ ആ തെറ്റിച്ചാൽ ഡി കറക്റ്റ് ആയിട്ട് കൊടുക്കാം. രണ്ടും ശരിയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എ ആണോ ബി ആണോ ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ ക്വസ്റ്റ്യൻ?
തെറ്റല്ലേന്നൊന്ന് നോക്കാവോ? ഓക്കെ. ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രോഗ്രസ് നോട്ടും അതേപോലെ സെഷൻ നോട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. കിട്ടുന്നുണ്ടോ നോക്കിക്കേ. പ്രോഗ്രസ് നോട്ട്സ് ആർ ടിപ്പിക്കലി മോർ ഡീറ്റെയിൽ ദാൻ സെഷൻ നോട്ട്സ്. Progress notes document the client's long-term development and treatment outcomes. കിട്ടുന്നുണ്ടോ ഉത്തരം? ഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. Progress notes are typically more detailed than session notes. ശരി. Progress notes document the client's long-term development and treatment outcomes. കിട്ടിയോ? ജസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവരും ഒന്ന് ശ്രമിക്കാവോ? കിട്ടുന്നുണ്ടോന്ന്? ശരി. സൗദാബി ശ്രീ പറഞ്ഞിട്ടുണ്ട് ട്രൂ ആർ ഫോൾസ്. ഓക്കെ. ശരി. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രോഗ്രസ് നോട്ട്സ് ആർ ടിപ്പിക്കലി മോർ ഡീറ്റെയിൽ ദാൻ സെഷൻ നോട്ട്സ്. നമുക്ക് അറിയുന്നതാണ് എന്താണെന്നുള്ളത്. സെഷൻ നോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ സെഷൻ കഴിയുമ്പോഴും പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കും എന്താന്ന് പറയുന്നത് സെഷൻ നോട്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് ആ പേര് തന്നെ കിട്ടുന്ന സംഭവമല്ലേ. സെഷൻ നോട്ട്സ് ആർ പ്രിപ്പയർഡ് ആഫ്റ്റർ ഈച്ച് സെഷൻ, അല്ലെ ഈച്ച് സെഷൻ ഓരോ സെഷൻ കഴിയുമ്പോഴും ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, സെഷൻ നോട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഇനി പ്രോഗ്രസ് നോട്ട്സ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? നമ്മളൊരു ഫ്രീക്വന്റ് ഇന്റർവെൽ ഒരു പെർട്ടിക്കുലർ ഫ്രീക്വൻസി വെച്ചിട്ടായിരിക്കും പ്രോഗ്രസ് നോട്ട് ഉണ്ടായിരിക്കുക. ഓരോ കേസിന്റെയും പ്രോഗ്രസ് എത്രത്തോളം ഉണ്ടാവുന്നുണ്ട്, എങ്ങനെയാണ് ആ ഒരു കേസിന്റെ ഇത് പോകുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ. ഇനി നോക്കിക്കേ, പ്രോഗ്രസ് നോട്ട്സ് ആർ ടിപ്പിക്കലി മോർ ഡീറ്റെയിൽഡ് ദാൻ സെഷൻ നോട്ട്സ്. ഒന്ന് പറയാൻ നോക്കിക്കേ, പ്രോഗ്രസ് നോട്ട് ആയിരിക്കും സെഷൻ നോട്ട് ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ടായിരിക്കുക? ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക. പ്രോഗ്രസ് നോട്ട് ആയിരിക്കും സെഷൻ നോട്ട് ആയിരിക്കും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ടായിരിക്കുക? ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഡീറ്റെയിലിംഗ് അല്ല കേട്ടോ നമ്മളോട് ഉദ്ദേശിച്ചിട്ടുള്ള. പ്രോഗ്രസ് നോട്ട്സ് ആർ ടിപ്പിക്കലി മോർ ഡീറ്റെയിൽ ദാൻ സെഷൻ നോട്ട്സ് ഉള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡീറ്റെയിൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ക്ലയന്റിനെ കുറിച്ചിട്ടുള്ള കോംപ്രഹെൻസീവ് ഇൻഫോർമേഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ലാതെ ഓരോ ഇൻസിഡന്റ് ഡീറ്റെയിൽ ചെയ്യുന്നതല്ല. നമുക്കറിയാം സെഷൻ നോട്ട് നമ്മൾ പെർട്ടിക്കുലർലി എന്താ എഴുതുന്നുണ്ടായിരിക്കുക, ആ ഒരു പെർട്ടിക്കുലർ സെഷന്റെ ഡീറ്റെയിലിംഗ് ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. നമുക്ക് ആ ഒരു ഒറ്റ പെർട്ടിക്കുലർ സെഷന്റെ ഡീറ്റെയിലിംഗ് വായിച്ചുകൊണ്ട് മാത്രം ക്ലയന്റിനെ കുറിച്ചുള്ള ഒരു കോംപ്രഹെൻസീവ് അണ്ടർസ്റ്റാൻഡിംഗ് കിട്ടണമെന്നുണ്ടോ? കിട്ടണമെന്നില്ല. ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ടിപ്പിക്കലി ഡീറ്റെയിൽ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലയന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുക, അല്ലെങ്കിൽ അതുവരെയുള്ള ഒരു ഇൻഫോർമേഷൻ നമുക്ക് കിട്ടുക എന്നുള്ള രീതിയിലാണ്. കാരണം ഇതിന്റെ കീ വന്ന സമയത്ത് അസേഷൻ ആക്ച്വലി കറക്റ്റ് ആയിരുന്നു. നമ്മൾ ഒറ്റയടിക്ക് ചിന്തിക്കുന്ന സമയത്ത് എന്താ, സെഷൻ നോട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നുണ്ടായിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കുറച്ച് നീട്ടി പരത്തി ചെയ്ത സെഷൻ നോട്ട് ആയിരിക്കുന്നത്. അപ്പൊ അതാണെന്നാണ് കുറെ പേര് ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഉദ്ദേശം അതല്ല. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ക്ലയന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ കിട്ടുന്ന ഏതെന്നാണ്, പ്രോഗ്രസ് നോട്ട് എന്നാണ് കിട്ടുക. സെഷൻ നോട്ട് നമുക്കത് കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നില്ല. ആ ഒരു പെർട്ടിക്കുലർ സെഷന്റെ ഇൻഫോർമേഷൻ അല്ല അവിടെ വരുന്നുണ്ടായിരിക്കുക. ഇനി നോക്കിക്കേ, പ്രോഗ്രസ് നോട്ട് ഡോക്യുമെന്റ് ദ ക്ലയൻസ് ലോങ് ടേം ഡെവലപ്മെന്റ് ആൻഡ് ട്രീറ്റ്മെന്റ് ഔട്ട്കംസ്. അത് കറക്റ്റ് അല്ലേ? കുറച്ചും കൂടെ പ്രോഗ്രസ് നോട്ട് അല്ലേ ക്ലയന്റിന്റെ ലോങ് ടേം ഡെവലപ്മെന്റും ട്രീറ്റ്മെന്റ് ഔട്ട്കംസിനെ കുറിച്ചിട്ടൊക്കെ പറയുന്നത്? സെഷൻ നോട്ട് ആണോ പറയുന്നത്? അല്ലല്ലോ. അപ്പൊ ആ രണ്ട് സ്റ്റേറ്റ്മെന്റും എങ്ങനെ ആക്ച്വലി വരുന്നത്? കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. പക്ഷെ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുകൊണ്ടല്ല അത് ആ ഒരു സംഭവം വരുന്നത്. ഈ ഒരു ചോദ്യത്തിൽ ആക്ച്വലി കുറച്ച് എറർ ഉണ്ടായിരുന്നു. അതായത് പ്രോഗ്രസ് നോട്ട് ഡീറ്റെയിൽഡ് ആണ് എന്നുള്ള ഉദ്ദേശിക്കുന്നതുകൊണ്ട് ഈ ലോങ് ടേം ഡെവലപ്മെന്റ് വന്നുകൊണ്ടോ ട്രീറ്റ്മെന്റ് ഔട്ട്കംസ് വന്നതുകൊണ്ടോ അല്ല, അല്ലെങ്കിൽ അത്രയും ഡീറ്റെയിൽ ആയി പോകാനുള്ള കാരണം ഇതൊക്കെ അതിൽ ഉൾപ്പെടുന്നതുകൊണ്ടല്ല. നമുക്ക് ക്ലയന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇൻഫോർമേഷൻ കിട്ടുന്നതുകൊണ്ടാണ്. ഓക്കെ.
സോ ഇതിന്റെ ആക്ച്വലി കീ വന്നിട്ടുണ്ടായിരുന്നു എ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കുക ഇതിന്റെ കീ ഇതായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നു. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ആർ എക്സ്പ്ലെയിൻസ് എ എന്നുള്ളതായിരുന്നു ഇതിന്റെ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെയും കൂടെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. പ്രോഗ്രസ് നോട്ട്സ് എന്ന് പറയുന്നത് ടിപ്പിക്കലി മോർ ഡീറ്റെയിൽ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ക്ലയന്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻ കിട്ടുന്നു എന്നുള്ള സെഷൻ നോട്ടിനേക്കാൾ കൂടുതൽ നമുക്ക് ക്ലയന്റിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്ന ഏതെന്നാണ് പ്രോഗ്രസ് നോട്ട് എന്നാണ് കിട്ടുന്നത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് മനസ്സിലാക്കുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ജസ്റ്റ് നോക്കാവോ? ഓക്കെ സൗദാബി, താങ്ക് യു. സൗദാബി വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുൾ സംസാരിക്കും. ശരി, അടുത്ത ക്വസ്റ്റ്യൻ കിട്ടുന്നുണ്ടോ നോക്കിയാൽ. എക്സിസ്റ്റൻഷ്യൽ കൗൺസിലിംഗ്, ഇതിന്റെ വീഡിയോ കണ്ടായിരുന്നു. എക്സിസ്റ്റൻഷ്യൽ കൗൺസിലിംഗിന്റെ ഒക്കെ existential counseling primarily focus on freedom, choice and responsibility. Reason ആയിട്ട് പറഞ്ഞിട്ടുള്ള existential counseling mainly aims to modify cognitive distortions. കിട്ടുന്നുണ്ടോ എന്ന് ക്യാൻസൽ ചെയ്യാൻ. സി പറഞ്ഞിട്ടുണ്ട്. A is to R is false. Okay. ബാക്കിയുള്ളവർ ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. നിങ്ങൾ ഈ ഒരു പോർഷൻ പഠിച്ചിട്ടില്ലെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ആ സമയത്ത് എക്സാം ഹോളിൽ നിങ്ങൾ എന്തായാലും എത്ര നമ്മൾ ഡെസ് വർക്ക് ചെയ്ത് നെഗറ്റീവ് എഴുതിയത് പറഞ്ഞാലും കുറെ പേരുണ്ടായിരുന്നു ഡെസ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ ആ ഒരു ഡെസ് വർക്ക് ചെയ്യുന്ന അവസരം ഇവിടെ ഫോക്കസ് ചെയ്യുക. ഇവിടെ നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ഡെസ് വർക്ക് എത്രത്തോളം ശരിയാവുന്നുണ്ടെന്നുള്ള ഒരു ആക്ച്വൽ സംഭവത്തിൽ നമുക്ക് ഇവിടെ കിട്ടും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് ക്വസ്റ്റൻ ട്രൈ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചേ. ഇസാന അഹമ്മദ് സി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എക്സിസ്റ്റൻഷ്യൽ കൗൺസിലിംഗ് എന്താണെന്നുള്ള കൺസെപ്റ്റ് എന്നാണ് ബേസിക്കലി ഈ ചോദ്യം വന്നിട്ടുള്ളത്. അത് മാത്രം അതാ പറഞ്ഞത്, എക്സിസ്റ്റൻഷ്യൽ കൗൺസിലിംഗ് എന്താണെന്നുള്ളത്. ഓക്കെ, നോക്കിക്കുക. എക്സിസ്റ്റൻഷ്യൽ കൗൺസിലിംഗ് പ്രൈമറിലി ഫോക്കസ് ഓൺ ഫ്രീഡം, ചോയ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റി. ആ സ്റ്റേറ്റ്മെന്റ് ശരിയല്ലേ? എക്സിസ്റ്റൻഷ്യൽ കൗൺസിലിംഗ് എന്തിനാ ഫോക്കസ് ചെയ്യുന്നത്? ഫ്രീഡം, ചോയ്സ്, റെസ്പോൺസിബിലിറ്റി തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. വൈ വി എക്സിസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സംഭവം വന്നിട്ടുള്ളത്. എക്സിസ്റ്റൻഷ്യൽ കൗൺസിലിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നത് അല്ലെ? എന്തുകൊണ്ടാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്, അതിന്റെ ആ ഒരു ഡൊമൈനെയാണ് ബേസിക്കലി വൈ വി എക്സിസ്റ്റ് എന്നുള്ള ആ ഒരു ഡൊമൈനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എക്സിസ്റ്റൻഷ്യൽ കൗൺസിലിംഗ് മുന്നോട്ട് പോകുന്നത്. നോക്കിക്കുക. എക്സിസ്റ്റൻഷ്യൽ കൗൺസിലിംഗ് മെയിൻലി എയിംസ് ടു മോഡിഫൈ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ്. കോഗ്നിറ്റീവ് ആയിട്ടുള്ള ഡിസ്റ്റോർഷൻസിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത്. ആണോ? അങ്ങനെ ഒരു സംഭവം നമുക്ക് പറയാൻ പറ്റും. കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിന് മെയിൻലി എയിംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് അതിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെ എക്സിസ്റ്റൻഷ്യൽ കൗൺസിലിംഗ് മെയിൻലി എയിംസ് എന്നുള്ളത് മാറ്റിയിട്ട് മേ ബി അവരുടെ ഒരു ഭാഗമായിട്ട് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസിന്റെ മോഡിഫിക്കേഷൻ ഒക്കെ വന്നേക്കാം. എന്നാൽ പോലും എന്തല്ല, മെയിൻലി എയിംസ് അതല്ല. അതല്ലെങ്കിൽ അതിന്റെ മേജർ ഫോക്കസ് എന്ന് പറയുന്നത് അതല്ല. ഹിയർ ആൻഡ് വിത്ത് എക്സ്പീരിയൻസസ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് എന്തെന്ന് പറയുന്നത് കുറച്ചും കൂടെ എക്സിസ്റ്റൻഷ്യൽ കൗൺസിലിംഗിന്റെ ഫോക്കസ് വരുന്നത്. അല്ലാതെ എന്തല്ല, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് അല്ല. സോ അതിന്റെ ആൻസർ എങ്ങനെ വരുന്നുണ്ടായിരിക്കുക? എ ട്രൂ ആണ്, പക്ഷെ എന്താണ് റീസൺ? ഇതിന്റെ ഫോൾസ് ആണ്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇങ്ങനത്തെ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് കിട്ടി നിങ്ങൾക്ക് ഷുവർ ആയി കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, നിങ്ങൾക്ക് വേഗം ഉത്തരത്തിലേക്ക് എത്താം കേട്ടോ. കാരണം റീസണോ അസേഷനോ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡൗട്ട് വരേണ്ട കാര്യമില്ല. നിങ്ങൾ അപ്പുറത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ടില്ലെങ്കിൽ പോലും കുഴപ്പമില്ല. കാരണം ബോത്ത് സ്റ്റേറ്റ്മെന്റ് റോങ് എന്നുള്ള ഒരു ഓപ്ഷൻ ഒന്നും എന്തായാലും വരില്ല അസേഷൻ റീസണിൽ. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് പക്കയായിട്ട് തെറ്റാന്ന് ഉറപ്പാണെങ്കിൽ ഗോ വിത്ത് ദാറ്റ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടേ. സൈക്കോ അനലിറ്റിക് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനലിറ്റിക് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഫോക്കസ് ഓൺ അൺകോൺഷ്യസ് പ്രോസസ്. അൺകോൺഷ്യസ് പ്രോസസ്സിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഫ്രീ അസോസിയേഷൻ പോലുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എംഫസൈസ് മെയിൻലി ഹിയർ ആൻഡ് നൗ എക്സ്പീരിയൻസ്. ഓക്കെ, അഡ്രസ് അൺറിസോൾവ്ഡ് ചൈൽഡ്ഹുഡ് കോൺഫ്ലിക്ട്സ്. നിഷാൻ അഹമ്മദ് എ പറഞ്ഞിട്ടുണ്ട്. സനോജ് എ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഗുഡ്. ശരി, എന്താ ചോദിച്ചിരിക്കുന്നത്? സൈക്കോ അനലിറ്റിക് അപ്രോച്ചിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് അറിയുന്ന സംഭവമല്ലേ സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. ഇതിന്റെ കോർ ബേസ് എന്ന് പറയുന്നത് എന്താ? അൺകോൺഷ്യസ് പ്രോസസ് അല്ലേ? നമുക്കറിയാം ഒരു വ്യക്തിയുടെ പ്രശ്നത്തിന് അയാളുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം മാത്രമല്ല, അയാളുടെ അൺകോൺഷ്യസിൽ അയാൾക്ക് ഓർമ്മ പോലും ഇല്ലാത്ത കുറെ സംഭവങ്ങളും കൂടെ
അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് എന്ത് ചെയ്യുന്നത്, സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ഒക്കെ പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഫോക്കസ് ഓൺ അൺകോൺഷ്യസ് പ്രോസസ് കറക്റ്റ് ആണ്. പ്രീ അസോസിയേഷൻ പുള്ളി യൂസ് ചെയ്യുന്നില്ലേ, ഉണ്ട്, ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രീം അനാലിസിസ് ഉള്ള ടെക്നിക്കുകളെല്ലാം പുള്ളി എന്ത് ചെയ്യുന്നുണ്ട്, യൂസ് ചെയ്യുന്നുണ്ട്. സോ പ്രീ അസോസിയേഷൻ ഉള്ള ടെക്നിക്ക് സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഹിയർ ആൻഡ് നൗ എക്സ്പീരിയൻസ്, ഹിയർ ആൻഡ് നൗ എക്സ്പീരിയൻസിനെ ഫോക്കസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ശരിയല്ല, ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമ്മൾ കുറച്ചും കൂടെ കോഗ്നിറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ, അതല്ലെങ്കിൽ നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിലുള്ള സംഭവങ്ങളെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനെ കോൺഷ്യസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതുവഴി വ്യക്തിക്ക് ആ ഒരു പ്രശ്നം മനസ്സിലാകുകയും അതിനെ റിസോൾവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കലുമാണ് സൈക്കോ അനലിറ്റിക് അപ്രോച്ചിൽ ചെയ്യുന്നത്. എംഫസിസ് മെയിൻലി നമ്മൾ ഏറ്റവും മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ഹിയർ ആൻഡ് നൗ എക്സ്പീരിയൻസിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അഡ്രസ് അൺറിസോൾവ് ചൈൽഡ്ഹുഡ് കോൺഫ്ലിക്ട്സ്, ശരിയല്ലേ? ആ ചൈൽഡ്ഹുഡ് കോൺഫ്ലിക്ട്സ് ചൈൽഡ്ഹുഡിൽ നമുക്ക് അൺറിസോൾവ് ആയിട്ട് കിടക്കുന്നതാണ് നമ്മുടെ സബ് കോൺഷ്യസ് അൺകോൺഷ്യസിലേക്ക് പോകുന്നത്. അതിനെയാണ് നമ്മൾ അവിടെ നിന്ന് കോൺഷ്യസിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. ഇപ്പൊ എന്തൊക്കെയാ ആൻസേഴ്സ് വരുന്നത്? 1, 2, 4 കറക്റ്റ് ആണോ പറഞ്ഞിരിക്കുന്നത്? കിട്ടിയായിരുന്നോ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് തംസ് ഇടാവോ? ഓക്കെ നിഷാന, താങ്ക് യു. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒരു തിയറിയാണ് ഈ സൈക്കോ അനലിറ്റിക്കും മെറിക്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും സ്കോർ ചെയ്യണേ. അതൊരിക്കലും സ്കിപ്പ് ആവാതെ പോകാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. കൗൺസിലിംഗ് സ്കില്ലിനെ ബേസ് ചെയ്തിട്ടാണ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്റ്റീവ് ലിസണിംഗ് ഇൻവോൾവ്സ് വെർബൽ ആൻഡ് നോൺ വെർബൽ അറ്റൻഡിങ്. പാരാഫ്രേസിംഗ് ഹെൽപ്സ് ക്ലയൻസ് ഫീൽ ഹേർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. Summarizing helps integrate session content. Close-ended questions always promote deeper exploration. നിഷാനെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. ഇതിൽ എല്ലാവരും ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണേ. ആരൊക്കെയാണ്? സാവിത്രി, സൗദാബി, ജസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അപ്പൊ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ശരി. എന്താ ചോദിച്ചിരിക്കുന്നത്? കൗൺസിലിംഗ് സ്കിൽസുമായിട്ട് ബേസ് ചെയ്തിട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ കറക്റ്റ് നോൺ കറക്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ കറക്റ്റ് ആണ്, ചില ക്വസ്റ്റ്യൻസ് നോൺ കറക്റ്റ് ആയിരിക്കും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ആക്റ്റീവ് ലിസണിംഗ് ഇൻവോൾവ്സ് വെർബൽ ആൻഡ് നോൺ വെർബൽ അറ്റൻഡിങ്. ക്ലിയർ? ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? നമ്മൾ വെർബലി നോൺ വെർബലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? ആക്റ്റീവ് ലിസണിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരിക്കും. കറക്റ്റ് ആണ്. പാരാഫ്രേസിംഗ് ഹെൽപ്സ് ക്ലയൻസ് ഫീൽ ഹേർഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്, അല്ലെ? ക്ലയന്റിനെ നമ്മൾ കേൾക്കുന്നുണ്ട്, ക്ലയന്റ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ള ആ ഒരു ഫീല് ക്ലയന്റിന് കിട്ടണമെന്നുണ്ടെങ്കിൽ പാരാഫ്രൈസിങ് ചെയ്യുന്നത് വഴി ക്ലയന്റ് ആ ഒരു ഫീല് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിൽ ക്ലയന്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സമ്മറൈസിങ് ഹെൽപ്സ് ഇന്റഗ്രേറ്റ് സെഷൻ കണ്ടന്റ്. ആ മൊത്തം സെഷനിൽ എന്താ നടന്നത് എന്നുള്ളത് സമ്മറൈസ് ചെയ്യുന്നത് വഴി, അല്ലെങ്കിൽ അത് ആ ഒരു ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? സമ്മറൈസിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഫുൾ സെഷൻ നടന്നു, സെഷന്റെ അവസാനം നമ്മൾ സമ്മറൈസ് ചെയ്യാണ്, ഇന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയുമ്പോൾ എന്താ, അന്ന് ആ സെഷനിൽ മൊത്തം നടന്ന സംഭവങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സമ്മറൈസിങ് ഹെൽപ്പ് ചെയ്യും. കറക്റ്റ് അല്ലേ? ശരിയാണ്. ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ഓൾവേസ് പ്രൊമോട്ട് ഡീപ്പർ എക്സ്പ്ലോറേഷൻ. ശരിയാവാനുള്ള ചാൻസ് ഉണ്ടോ? ഡീപ്പർ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമ്മൾ ഒരാളോട് ചോദിക്കുകയാണെങ്കിൽ, ഇന്ന് രാവിലെ ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? കഴിച്ചു അല്ലെങ്കിൽ കഴിച്ചില്ല. ഇത് ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ ആണ്, എസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, അല്ലേ? കഴിച്ചോ, ഡിഡ് യു ഹാവ് ഫുഡ്? കഴിച്ചോ എന്ന് ചോദിച്ചാൽ എക്സ്പ്ലോറേഷൻ ആണ്, അല്ലെങ്കിൽ അത് ക്ലോസ് എൻഡഡ് ആണ്, ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് തീർക്കാവുന്ന സംഭവമാണ്. ഇപ്പൊ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഡീപ്പർ ആയിട്ടുള്ള എക്സ്പ്ലോറേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ? ഇല്ല, ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ നമ്മൾ എന്ത് ചോദിക്കണം? ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കേണ്ടത്. കുറച്ചും കൂടി ഇലാബറേറ്റ് ചെയ്ത് ഉത്തരം പറയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ? ഡീപ്പർ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അപ്പൊ അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? ഡീപ്പർ എക്സ്പ്ലോറേഷൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. നല്ലോണം സംസാരിക്കുന്ന ആളാണെങ്കിൽ ഭക്ഷണം കഴിച്ചു എന്ന് ചോദിച്ചാൽ തന്നെ ക്ലോസ് എൻഡഡ് ചോദിച്ചാൽ സംസാരിക്കും, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ സ്റ്റേറ്റ്മെന്റ് വൈസ് നോക്കുന്ന സമയത്ത് എന്താ, ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. സോ എന്താ വരുന്നത്? 1, 2, 3. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഡൗട്ട് ഇല്ല? ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കൗൺസിലിംഗ് സെറ്റിംഗ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. School counseling focuses on career planning and academic issues. Rehabilitation counseling deals mainly with the reintegration of persons. Medical counseling includes patient education and adjustment to illness. D പറഞ്ഞിട്ടുണ്ടോ? എന്നാ പറഞ്ഞിരിക്കുന്നത്.
ഡി. ശരി. ഡി. ഓക്കെ. ശരി. ഈ 3 സ്റ്റേറ്റ്മെന്റും കറക്റ്റ് അല്ലേ? എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആയിട്ട് അല്ലേ കൊടുത്തിരിക്കുന്നത്? സ്കൂൾ കൗൺസിലിംഗിലായിരിക്കും നമ്മൾ കുറച്ചും കൂടെ കരിയർ പ്ലാനിങ്ങിന് അക്കാഡമിക് ഇഷ്യൂസിനൊക്കെ ആയിരിക്കും ഫോക്കസ് കൊടുക്കുന്നുണ്ടാവുക. റീഹാബിലിറ്റേഷനിൽ എന്തിനായിരിക്കും നമ്മൾ ഫോക്കസ് കൊടുക്കുന്നുണ്ടായിരിക്കുക? റീഇന്റഗ്രേഷൻ ഓഫ് പേഴ്സൺസ് അല്ലെ, വ്യക്തികളെ തിരിച്ച് സമൂഹത്തിന്റെ ഭാഗമാക്കി മാറ്റുക അല്ലെങ്കിൽ റീഇന്റഗ്രേറ്റ് ചെയ്യുക. അത് റീഹാബിലിറ്റേഷന്റെ ഭാഗമായിട്ട് നമ്മൾ പറയാം. നമ്മൾ റീഹാബിലിറ്റേഷൻ പറയുന്ന സമയത്ത് ഒരിക്കലും എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഹാബിലിറ്റേഷനെ കുറിച്ച് മാത്രം ചിന്തിക്കരുത് കേട്ടോ. കുറെ പേർക്ക് പറ്റുന്ന ഒരു പ്രശ്നമാണ് റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരെ ഒരു എന്താ പറയാ, ഇപ്പോ സീനിയർ സിറ്റിസന്റെ റീഹാബിലിറ്റേഷൻ എന്ന് പറയുമ്പോൾ പറയും ഒരു ഓൾഡ് ഏജ് ഹോമിൽ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നു, റീഹാബിലിറ്റേഷൻ സെന്ററിലാക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷണൽ റീഹാബിലിറ്റേഷനെ കുറിച്ച് മാത്രമല്ല നിങ്ങൾ ചിന്തിക്കണം, കുറച്ചും കൂടെ വൈഡർ ആയിട്ട് ഒരു വൈഡർ ടേം ആണ് ആക്ച്വലി അത്. അവരെ തിരിച്ച് സമൂഹത്തിന്റെ ഭാഗമാക്കുന്നതൊക്കെ എന്താണ്, റീഹാബിലിറ്റേഷൻ ആണ്. പെർട്ടിക്കുലർലി ഇപ്പൊ നമ്മൾ വെൽഫെയർ ഓഫീസർ പഠിക്കുന്ന സമയത്ത് ചിന്തിക്കേണ്ട കാര്യമാണ് ഇപ്പൊ പ്രിസണിൽ കിടന്ന വ്യക്തികളുടെ റീഇന്റഗ്രേഷൻ ബാക്ക് ടു ദയർ സൊസൈറ്റി അല്ലെ. അത് ഏറ്റവും വലിയൊരു ടാസ്ക് ആയിട്ട് ഒരു വലിയ സംഭവമാണ്. ഒരു വട്ടം കുറ്റം ചെയ്ത വ്യക്തിനെ തിരിച്ച് സമൂഹത്തിന്റെ ഭാഗമാക്കി എടുക്കുക എന്ന് പറയുന്ന സംഭവം. സോ റീഹാബിലിറ്റേഷൻ കൗൺസിലിംഗ് ഡീൽസ് വിത്ത് റീഇന്റഗ്രേഷൻ ഓഫ് പേഴ്സൺസ്. കറക്റ്റ് ആണ്. മെഡിക്കൽ കൗൺസിലിംഗ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് എഡ്യൂക്കേഷൻ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ടു ഇൽനസ്. 3 സ്റ്റേറ്റ്മെന്റ് എന്നാണ് കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ ഓൾ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അത് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒരു തംസ് ഇടാവോ? ഓക്കെ, യെസ്, ഓക്കെ, താങ്ക് യു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഹ്യൂമനിസ്റ്റിക് കൗൺസിലിംഗിന്റെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. Emphasize on self-actualization, directive and advice-giving approach, focus on subjective experience, non-judgmental attitude. ശ്രദ്ധിക്കുക, എലിമിനേഷൻ ഒക്കെ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ്സിൽ ഡൗട്ട് വന്നാൽ അറിയില്ല അല്ലെങ്കിൽ വരാൻ ചാൻസ് ഇല്ല എന്നുള്ള ഉറപ്പുള്ള സാധനം സ്ട്രൈക്ക് ഡൗൺ ചെയ്യാനെങ്കിലും ശ്രമിക്കുക കേട്ടോ. ഇത് വരുമോ വരില്ല എന്നുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ വരില്ല എന്ന് ഉറപ്പുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് ആ ഒരു ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ ഉത്തരത്തിലെത്താൻ പറ്റും. പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞിട്ടുണ്ട്. ശരി, ആണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾ ബ്രൈറ്റ് ആൻസേഴ്സ് പറയും. ഓക്കെ, ശരി. എന്താ ചോദിച്ചിരിക്കുന്നത്? ഹ്യൂമനിസ്റ്റിക് കൗൺസിലിംഗിന്റെ ഫോക്കസിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എളുപ്പ ഉത്തരത്തിൽ എത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡയറക്റ്റീവ് ആൻഡ് അഡ്വൈസ് ഗിവിംഗ് അപ്രോച്ച് എന്നുള്ള സംഭവം. നമുക്കറിയാം ഒരു വിധപ്പെട്ട എല്ലാ കൗൺസിലിംഗ് കോഴ്സും അല്ലെങ്കിൽ കൗൺസിലിംഗിൽ നമ്മൾ ബേസിക്കലി പറയുന്ന സംഭവമാണ് ഡയറക്റ്റീവ് ആൻഡ് അഡ്വൈസ് ഗിവിംഗ് ആവാനുള്ള ചാൻസ് ഇല്ല. നമ്മൾ കുറച്ചും കൂടെ ക്ലൈന്റ് ഓറിയന്റഡ് ആയിട്ടായിരിക്കും, ക്ലൈന്റിന്റെ സെൽഫ് ഡിറ്റർമിനേഷൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലായിരിക്കും. ഹ്യൂമനിസ്റ്റിക് കൗൺസിലിംഗ് എന്ന സമയം കാണുന്ന സമയത്ത് ഡയറക്റ്റീവ് ആൻഡ് അഡ്വൈസ് ഗിവിംഗ് അപ്രോച്ച് എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ഓപ്ഷൻ നിങ്ങൾ സ്ട്രൈക്ക് ഡൗൺ ചെയ്തു എന്ന് വിചാരിക്കാം. അതായത് കൗൺസിലർ ഡയറക്ഷൻസ് കൊടുക്കും, നിങ്ങൾ എങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യരുത്. സോ പക്ക ഡയറക്ഷൻസ് കൊടുക്കാന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത് എന്നുള്ള ഒരു പാർട്ടീഷൻ നമ്മൾ അവിടെ നടത്തുകയാണെങ്കിൽ അതൊരിക്കലും എന്താവണമെന്നില്ല, ഒരു കൗൺസിലിംഗ് അപ്രോച്ചിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കണമെന്നില്ല. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? 2 സ്ട്രൈക്ക് ഡൗൺ ചെയ്യാൻ വേണ്ടി പറ്റും. 2 സ്ട്രൈക്ക് ഡൗൺ ചെയ്ത ബാക്കി എന്തേ ഉള്ളൂ? ഓപ്ഷൻ സി പോയി, ഓപ്ഷൻ ബി പോയി, ഓപ്ഷൻ ഡി പോയി. എല്ലാ ഓപ്ഷനും പോയില്ലേ? ബാക്കി ഏത് മാത്രമേ വരുന്നുള്ളൂ? എ വരുന്നുള്ളൂ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നമുക്ക് ചിലപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ എംഫസൈസ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾക്ക് മേ ബി ഡൗട്ട് വന്നേക്കാം. അത് ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല വരാം. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടോ, ഡൗട്ട് വന്നേക്കാം. നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ്, അത് പിന്നെ നിങ്ങൾക്ക് എന്തായാലും അറിയുന്നല്ലോ, 4 എന്തായാലും വരും. എല്ലാത്തിലും നമ്മൾ നോൺ ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നതാണ്. സോ 1 3 ഡൗട്ട് വന്നാൽ പോലും 4 വരില്ല എന്നുള്ള ഒരു സംഭവത്തിലൂടെ നമുക്ക് എന്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ 2 വരില്ല എന്നുള്ള ഒറ്റ ഇതിൽ നമുക്ക് ഉത്തരത്തിൽ എത്താൻ വേണ്ടി പറ്റും. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എയിലെത്തിപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അത് അപ്പൊ അങ്ങനെയും കൂടെ നിങ്ങൾ ശ്രമിക്കണം കേട്ടോ. ഉള്ള അറിയാവുന്ന ഓപ്ഷൻസ് തമ്മിൽ ഡൗട്ട് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അറിയാവുന്ന സ്റ്റേറ്റ്മെന്റ്സ് തമ്മിൽ ഡൗട്ട് വന്നാൽ അതേ ചുറ്റിപ്പറ്റി നിൽക്കാതെ അറിയില്ല എന്നുള്ള ഉറപ്പുള്ള സാധനം കൂടെ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അല്ലെങ്കിൽ തെറ്റാണെന്ന് ഉറപ്പുള്ളത് എലിമിനേറ്റ് ചെയ്യുക, അറിയില്ല എന്നുള്ളതല്ല, തെറ്റാണെന്ന് ഉറപ്പുള്ളത് എലിമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കാം. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. റിഗാർഡിംഗ് സൂയിസൈഡൽ റിസ്ക് അസസ്മെന്റ് ആണ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സൂയിസൈഡൽ റിസ്ക് അസസ്മെന്റ് ആയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ അത്രയും കൂടെ ഉണ്ട്, ഞാൻ അവിടെ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. സോറി. Regarding suicidal risk assessment, which of the following statements are correct? Asking about suicidal thought increases suicidal risk. Immediate referral is necessary if intent and plan are present.
Safety planning is an essential intervention. All suicidal clients must be hospitalized. ശ്രദ്ധിക്കുക, ശ്രദ്ധിച്ച് ഉത്തരത്തിലെത്താൻ ശ്രമിക്കണേ. നിങ്ങളൊരു കൗൺസിലറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് ചിന്തിക്കേണ്ടത് എപ്പോഴും. നമുക്ക് എപ്പോഴും പറ്റുന്ന ഒരു സംഭവമാണ് കൗൺസിലറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ചിന്തിക്കാതിരിക്കരുത്. എപ്പോഴും ചിന്തിക്കുക കൗൺസിലറിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. കിട്ടുന്നുണ്ടോ നോക്കിക്കേ, ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിക്കേ. ഓക്കെ, ഏ പറഞ്ഞിട്ടുണ്ട്, ഏ പറഞ്ഞിട്ടുണ്ട്, സ്നൂജായ, സൗരഭ്യ പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ. ഇപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? സൂയിസൈഡൽ റിസ്ക് അസസ്മെന്റുമായിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആസ്കിങ് അബൌട്ട് സൂയിസൈഡൽ തോട്ട്സ് ഇൻക്രീസസ് സൂയിസൈഡൽ റിസ്ക്. സൂയിസൈഡൽ തോട്ട്സിനെ കുറിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന വഴി അല്ലെങ്കിൽ ചോദിക്കുന്നത് വഴി അവരിൽ സൂയിസൈഡൽ റിസ്ക് ഉണ്ടാക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് മേലെ പറഞ്ഞിട്ടുണ്ട് സൂയിസൈഡൽ റിസ്ക് അസസ്മെന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ ആ ഒരു വാക്കിന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ സൂയിസൈഡൽ റിസ്ക് അസസ് ചെയ്യാണ്, നമ്മൾ ആ സംഭവം അസസ്മെന്റിന്റെ ഭാഗമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ അവിടെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കേണ്ടത്. സൂയിസൈഡൽ തോട്ടിനെ കുറിച്ച് ചോദിക്കുന്നത് സൂയിസൈഡൽ റിസ്ക് ഇൻക്രീസ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ ഒരു സംഭവം ചോദിക്കാതിരിക്കാൻ വേണ്ടി പറ്റും. സൂയിസൈഡൽ റിസ്ക് ഉള്ളത് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യാൻ ടെൻഡൻസി ഉള്ള ഒരു വ്യക്തിയോട് ഓക്കെ ഞാൻ സംസാരിച്ച് കഴിഞ്ഞ ഈ വ്യക്തി സൂയിസൈഡ് ചെയ്യും അതുകൊണ്ട് ഞാൻ ചോദിക്കാൻ പാടില്ല എന്നുള്ള സംഭവം പറ്റും, നമുക്ക് അങ്ങനെ വെക്കാൻ വേണ്ടി പറ്റുമോ? ഇല്ല, നമുക്ക് ആ ഒരു വ്യക്തിയോട് ചോദിച്ചാൽ മാത്രമാണ് ആ വ്യക്തിയുടെ ഇന്റന്റ് എത്രത്തോളം ഉണ്ട്, ആ വ്യക്തി എത്ര സിവിയർ ആയിട്ടുള്ള ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ടെൻഡൻസി എത്രത്തോളം ഉണ്ട്, അല്ലെങ്കിൽ എത്ര നിയർലി ആ വ്യക്തി അതിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ വി ഹാവ് ടു ടോക്ക് അബൌട്ട് ദാറ്റ്. നമ്മൾ സംസാരിക്കാതിരുന്ന ആ വ്യക്തിയുടെ പ്രശ്നം സോൾവ് ആവോ? ഇല്ല, നമ്മളത് സംസാരിച്ചാൽ മാത്രമാണ് ആ വ്യക്തിയുടെ ആ പ്രോബ്ലം സോൾവ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ അതിനെക്കുറിച്ച് സംസാരിക്കാതിരിക്കുക എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കില്ല. ഓക്കെ, ഇമ്മീഡിയറ്റ് റെഫറൽ ഈസ് നെസസറി ഇഫ് ഇന്റന്റ് ആൻഡ് പ്ലാൻ ആർ പ്രസന്റ്. കറക്റ്റ് അല്ലേ? അത് ഇന്റന്റ് ഉണ്ട്, പ്ലാൻ ഉണ്ട്, ആ വ്യക്തിക്ക് ഇന്റന്റ് ഉണ്ട്, പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് റെഫർ ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് പ്രിവെന്റ് ചെയ്യണം. അത് പ്രിവെന്റ് ചെയ്യാനുള്ള റെഫറൻസ് ആണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു സംഭവം നടക്കാതിരിക്കണം. എന്റെ സോ ഇമ്മീഡിയറ്റ് റെഫറൽസ് ആർ നീഡഡ്. ഇനി സേഫ്റ്റി പ്ലാനിങ് ഇസ് എൻ എസെൻഷ്യൽ ഇന്റർവെൻഷൻ. ക്ലിയർ അല്ല? വ്യക്തിയുടെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് നമ്മൾ എസെൻഷ്യൽ ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഓൾ സൂയിസൈഡ് ക്ലൈൻസ് മസ്റ്റ് ബി ഹോസ്പിറ്റലൈസ്. സൂയിസൈഡൽ ഇന്റൻഷനുള്ള എല്ലാ വ്യക്തികളെയും ഹോസ്പിറ്റലൈസ് ചെയ്തിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു പോസിബിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പോലും അല്ല നിങ്ങൾക്ക് കിട്ടുന്നതല്ലേ. ഇനി ഒന്നും വേണ്ട, നമ്മൾ ഇപ്പോഴും പറയുന്ന സംഭവമാണ്, എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് ആണത്. സോ അത് തെറ്റാവാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. എല്ലാ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള വ്യക്തികളെ നിങ്ങൾ വർക്ക് ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റും. ഈ സൂയിസൈഡൽ ടെൻഡൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനൊക്കെ നമ്മൾ അഡ്മിറ്റ് ചെയ്യാന്നുള്ള പ്രോസസ്സാണ്. അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നേരെ അഡ്മിറ്റ് ചെയ്തോ, ഓക്കെ സൂയിസൈഡ് ചെയ്യും നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിക്കോ, നമ്മൾ ചെയ്യത്തില്ല. അങ്ങനെയല്ലല്ലോ അവർ നടക്കുന്നത്. സോ എല്ലാ പേഷ്യൻസിനെ അഡ്മിറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള സംഭവമല്ല. സോ ഓൾ സൂയിസൈഡ് ക്ലൈൻസ് മസ്റ്റ് ബി ഹോസ്പിറ്റലൈസ് എന്നുള്ള സ്റ്റേറ്റ്മെന്റും തെറ്റായിരിക്കും. ഓക്കെ, അപ്പൊ ബാക്കി ഇതേ വരുന്നുള്ളൂ, 2, 3 വരുന്നത്. നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ് ഒക്കെ കറക്റ്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ താങ്ക് യു. ശരി, വായിച്ചോളൂ. നിങ്ങൾ ഇപ്പൊ ഇന്ന് ഞാൻ ഇപ്പോൾ ഡെലിബറേറ്റ്ലി ആയിരുന്നു ഇത്രയും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ വായിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആദ്യം ഇട്ടത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കോഡ് അനുസരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആദ്യം തന്നെ കുറെ ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, അസേഷൻ റീസണും അതേപോലെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും. നിങ്ങൾ കുറെ സമയം അത് വായിച്ചായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അത് അത്രയും ഫറ്റീഗ് ആവും നിങ്ങൾ അവസാനം എത്തുമ്പോഴേക്കും. ഒരു 10-20 ചോദ്യം ഇങ്ങനെ അസേഷനും സ്റ്റേറ്റ്മെന്റും വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വായിച്ചെത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മടുക്കരുത്. സോ അങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇങ്ങനത്തെ ഈ മാത്സ് ഫോളോയിങ് അതേപോലെ വൺ വേർഡ് ആൻസേഴ്സ് ഒക്കെയാണ് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ടുള്ളതെങ്കിൽ അത് ആദ്യം ചെയ്തിട്ട് അസേഷൻ റീസണിലേക്ക് വരിക കേട്ടോ. ഇത് മൊത്തം അസേഷൻ റീസൺ ഇരുന്ന് വായിച്ച് അവസാനം എത്തുമ്പോഴേക്കും മടുക്കരുത്. അത് ശ്രദ്ധിക്കണം കേട്ടോ. കുറെ പേർക്ക് പറ്റുന്ന ഒരു സംഭവമാണ്. വലിയ ചോദ്യങ്ങളൊക്കെ ആദ്യം വായിച്ചു പോകും, അവസാനം എത്തുമ്പോഴേക്കും ബ്രെയിൻ ആകെ കിളി പോയിട്ടുണ്ടാവും. പിന്നെ ചെറിയ സാധനങ്ങൾ വായിച്ചാൽ പോലും മനസ്സിലാവാത്ത അവസ്ഥയാവും. അങ്ങനെ ഉണ്ടാവരുത്. ഓക്കെ, ഇതിന്റെ ആൻസർ ആണ് പറയുന്നത്. ആ ഒരു തെറാപ്പീസ് ആണ്, അത് പ്രപ്പോസ് ചെയ്ത വ്യക്തികളുടെ പേരാണ് പറയേണ്ടത്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ബിഹേവിയർ തെറാപ്പി നമുക്കറിയുന്നതാണ്, സ്കിന്നർ ആണ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള. ബി എഫ് സ്കിന്നറിലേക്ക് പോയി. പേഴ്സൺ സെന്റേഡ് തെറാപ്പി, ആരാ പേഴ്സൺ സെന്റേഡ് തെറാപ്പി ചെയ്തിട്ടുള്ള? കാൾ റോജേഴ്സിനെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പറയുന്ന. റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി ആൽബർട്ട് എല്ലിസ് ആണ്, അതും കിട്ടി. സൈക്കോ അനാലിസിസ് ആരാ ചെയ്തിട്ടുള്ള? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ചെയ്തിട്ടുള്ളത്. സോ എങ്ങനെ ആൻസർ വരുന്ന? 8-2 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഉത്തരത്തിൽ എത്താൻ വേണ്ടി പറ്റി. ക്ലിയർ അല്ലേ? അത് സെറ്റ് ചോദ്യം അല്ലേ? എളുപ്പമുള്ള ചോദ്യം അല്ലേ? ഓക്കെ,
എളുപ്പമല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, താങ്ക് യു. അടുത്ത ദിവസം നോക്കി വീണ്ടും മാച്ച് ഫോളോയിങ് ആണ്. എംപതി, ജെനുവിനെസ്, ട്രാൻസ്ഫറൻസ്, ബൗണ്ടറീസ്. ശ്രദ്ധിക്കണേ, ശ്രദ്ധിച്ച് മാച്ച് ചെയ്യാൻ ശ്രമിക്കണേ. കിട്ടുന്നുണ്ടോ നോക്കിയേ. എംപതി എന്താണ്? ജെനുവിനെസ് എന്താണ്? ട്രാൻസ്ഫറൻസ് എന്താണ്? ബൗണ്ടറി എന്താണ്? ഓക്കെ, നെയ്യ പറഞ്ഞിട്ടുണ്ട്. പറയുന്നുണ്ടോ നോക്കിയേ. വീട്ടിലുള്ള ഓക്കെ ജയ വന്നിട്ടുണ്ട്. ശരി, ജയ വന്നിട്ടുണ്ട്. ഓക്കെ, എളുപ്പമുള്ള ചോദ്യമാണ്. നോക്കി, എംപതി. എംപതി എന്ന് പറയുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ. സോറി, നമ്മൾ ആദ്യം തൊട്ടേ എപ്പോഴും പഠിച്ചത്, സോഷ്യോളജിയിലേക്ക് വന്ന സമയം തൊട്ട് പഠിക്കുന്ന സംഭവമാണ് എംപതി. എന്താ പറയുന്നത്? അണ്ടർസ്റ്റാൻഡിങ് ക്ലൈൻസ് ഫീലിംഗ് ഫ്രം ദെയർ ഫ്രെയിം ഓഫ് റെഫറൻസ്. ക്ലൈന്റിന്റെ സ്ഥാനത്ത് നമ്മളാണ് എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടെ നമ്മൾ അവരുടെ ഫീലിംഗ്സിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് എംപതി എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ എ എന്ന് പറയുന്നത് 4 ആണ്. A4 വരുന്ന 3 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഞാൻ നോക്കണ്ട. സോ അത് നമുക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ സി അല്ല എന്നുള്ള എന്തായാലും ഉറപ്പിക്കാം. ഇനി നമുക്ക് ഏറ്റവും അറിയുന്ന ഒരു സംഭവമാണ് ട്രാൻസ്ഫറൻസ്. ട്രാൻസ്ഫറൻസ് എന്താ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞത്. എന്താ ട്രാൻസ്ഫറൻസ് പറഞ്ഞാൽ? ക്ലൈന്റ് പ്രൊജക്ട്സ് പാസ്റ്റ് എക്സ്പീരിയൻസ് ഓൺ ടു കൗൺസിലർ, അല്ലെ? ക്ലൈന്റിന്റെ പാസ്റ്റ് എക്സ്പീരിയൻസിലുള്ള ആ ഒരു സംഭവത്തെ കൗൺസിലറിലേക്ക് പ്രൊജക്ട് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. സോ C2 ആണ്. A4 C2 വരുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. സോ നോക്കിക്കേ, ജെനുവിൻനെസ്. ജെനുവിൻ ആയിട്ട് ഇരിക്കുക. നമ്മൾ എപ്പോഴും പറയുന്നതാണ് ജെനുവിൻ അല്ലായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ജെനുവിൻ ആയിരുന്നില്ല, ജെനുവിൻ ആവാൻ പറ്റിയില്ല എന്നുള്ള സംഭവം. എന്താ ജെനുവിൻ ആയിട്ട് ഇരിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്? ആ വ്യക്തി എന്താണോ ആ വ്യക്തി അതായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒതന്റിക് ബിഹേവിയർ ബൈ കൗൺസിലിംഗ്. കൗൺസിലർ എന്താണോ ഒളിമറയില്ലാണ്ട് പെരുമാറാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് ജെനുവിൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. സോ ഒതന്റിക് ബിഹേവിയർ ബൈ കൗൺസിലിംഗ്. ഇനിയിപ്പോ അത് നിങ്ങൾക്ക് ഡൗട്ട് വന്നാൽ പോലും ബൗണ്ടറി ഈസി ആയിട്ട് കിട്ടിക്കൂടെ? ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പ്രൊഫഷണൽ ലിമിറ്റ് സെറ്റ് ചെയ്യുക, ബൗണ്ടറീസ് ഉണ്ടായിരിക്കണം, അല്ലെ? നമ്മൾ പറയുന്നല്ലേ എന്റെ. സോ ബി ഇൻ യുവർ ലിമിറ്റ്സ് എന്ന് പറയുന്ന സംഭവം, നമ്മുടെ ബൗണ്ടറി ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള സംഭവം. ഓക്കെ, അപ്പൊ എന്താ പറയുന്നത്? മെയിൻറ്റെയിനിങ് പ്രൊഫഷണൽ ബൗണ്ടറീസ്. D1 എത്തി. സോ നിങ്ങൾക്ക് ഉത്തരം കിട്ടിയില്ലേ? എ ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അത് ബുദ്ധിമുട്ടുള്ള ചോദ്യമല്ലല്ലോ. ഓക്കെ, തെറ്റാണോ? ഓക്കെ, ശരി. മാച്ച് ഫോളോയിങ് തന്നെയാണ്. നോക്കിക്കുക, PTSD ഉണ്ട്, OCD ഉണ്ട്, മേജർ ഡിപ്രഷൻ ഉണ്ട്, GAD ഉണ്ട്. അപ്പുറത്ത് 1 2 3 4 എന്നാണ്. പെർസിസ്റ്റന്റ് ലോ മൂഡ് ആൻഡ് അനോഡോണിയ, excessive and uncontrollable worry, re-experiencing and hyperarousal, intrusive thoughts and compulsions. ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? റീ എക്സ്പീരിയൻസിങ് ആൻഡ് ഹൈപ്പർ അറോസൽ. ആ ട്രോമാറ്റിക് ആയിട്ടുള്ള ഇവന്റ് ക്ലയന്റിനെ വീണ്ടും അല്ലെങ്കിൽ റീ എക്സ്പീരിയൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഹൈപ്പർ അറോസൽ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നു. കറക്റ്റ് അല്ലേ അത്? സോ A3 കണക്ട് ചെയ്തു. A3 കണക്ട് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഉത്തരവായി ഇല്ലേ? സി എന്നുള്ള ഉത്തരത്തിലേക്ക് എത്താം. എന്നാൽ പോലും നോക്കിയ ബാക്കി OCD, ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ. നമുക്കറിയാം കമ്പൽഷൻസ് ഉണ്ടാവുന്നു, ഒബ്സഷൻസ് ഉണ്ടാവുന്നു. ഏതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവും? OCDയുടെ ഭാഗമായിട്ട് ഉണ്ടാവുന്നു. സോ ഇൻക്ലൂസീവ് തോട്ട്സ് ആൻഡ് കമ്പൽഷൻസ്. D4 പോയി. മേജർ ഡിപ്രഷൻ. മേജർ ഡിപ്രഷനിൽ നമ്മൾ പറയുന്നതാണ് മേജർ ഡിപ്രസീവ് ഡിസോർഡർ, MDD. എന്താ വരുന്നുണ്ടാവുക? പെർസിസ്റ്റന്റ് ലോ മോഡ് ആൻഡ് അനഡോണിയ. ഇത് അനഡോണിയ എന്ന് പറയുന്നത് എന്തായിരുന്നു?
അനഡോണിയ എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ആ ഒരു സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ വളരെ ജോയ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം നടക്കുമായിരിക്കും, പക്ഷെ നമുക്ക് ആ ഒരു ജോയ്നസ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കൽ വളരെ സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവം ഇപ്പൊ നമുക്ക് അത്ര ഹാപ്പി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോ ഞാൻ മുന്നേ സിനിമയ്ക്ക് പോവാതെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടി ചെയ്യാന്നുള്ളത് വളരെ ഹാപ്പിലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സംഭവമായിരിക്കും, എനിക്ക് ഭയങ്കരമായിട്ട് ഡോപ്പമിൻ തന്നുകൊണ്ടിരുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷെ വൺസ് എനിക്ക് എം ഡി ഡി എക്സ്പീരിയൻസ് ചെയ്താണെങ്കിൽ, എനിക്ക് എം ഡി ഡി ഡയഗ്നോസ് ചെയ്തതിനു ശേഷം എം ഡി ഡി ഉള്ള ഒരു വ്യക്തിയാണ് ഞാനുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. മുന്നേ ഞാൻ അത്രയും ജോയ്ഫുള്ളി ചെയ്തുകൊണ്ടിരുന്ന സംഭവം ഇപ്പൊ എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്യുന്നത് വഴി എനിക്ക് ആ ഒരു സന്തോഷം കിട്ടുന്നില്ല എന്നൊരു ഘട്ടം വരുന്നു. സോ പെർസിസ്റ്റന്റ് ലോ മോഡേൺ അനഡോണിയ. ഇനി ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, കിട്ടുന്നല്ല ആൻസൈറ്റി എന്നുള്ളതിനെ നമുക്ക് കിട്ടും എക്സസീവ് ആൻഡ് അൺകൺട്രോളബിൾ വെറി, നമുക്ക് ഒരു പരിധിയിൽ അപ്പുറമുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വെറിനെസ് ഉണ്ടാവുന്നു. സോ ഏതിലേക്ക് അത് കണക്ട് ചെയ്യുന്നത്? സിയിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. സുഖല്ലേ? സിമ്പിൾ ചോദ്യമല്ലേ? ഓക്കെ, കിട്ടല്ലേ? ഓക്കെ. ഗൈഡൻസും കൗൺസിലിംഗ് തമ്മിലുള്ള പ്രൈമറി ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ചോദ്യമാണ്, പെട്ടെന്ന് ആൻസർ പറയാൻ ശ്രമിച്ചേ. ഇങ്ങനത്തെ ചോദ്യമൊക്കെ വരുമ്പോൾ നിങ്ങൾ അധികം സമയം കളയാതെ വരുമ്പോൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കണേ. പ്രൈമറി ഡിഫറൻസ് ബിറ്റ്വീൻ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ബി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബി അഞ്ജലി ബി പറഞ്ഞിട്ടുണ്ട്. സിമ്പിൾ ആണ്. ഗൈഡൻസ് ഈസ് റെമഡിയൽ, കൗൺസിലിംഗ് ഈസ് പ്രിവെന്റീവ്. സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? കറക്റ്റ് അല്ല, അല്ലല്ലോ. കൗൺസിലിംഗ് പ്രിവെന്റീവ് ആയിട്ടാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത്, അത് വരാതിരിക്കാൻ വേണ്ടി കൗൺസിലിംഗ് കൊടുക്കുന്ന സംഭവം അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇത് അങ്ങനെ പ്രിവെന്റീവ് ആയിട്ടുള്ളത്, പക്ഷേ കൗൺസിലിംഗ് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കൗൺസിലിംഗ് ഈസ് പ്രിവെന്റീവ് എന്നോ അല്ലെങ്കിൽ ഗൈഡൻസ് ഈസ് റെമഡിയൽ എന്നോ പറയാൻ പറ്റില്ല. ഗൈഡൻസ് ഈസ് ഇൻഫോർമേഷണൽ. ക്ലിയർ അല്ലേ? അത് നമ്മൾ എപ്പോഴും ഒരു ഗൈഡൻസ് എടുക്കുക, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടായി നിൽക്കുന്നു, ഡൗട്ടിന്റെ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പോയിട്ട് നമ്മൾ ഗൈഡൻസ് സ്വീകരിക്കുന്നത്, എന്താണ് ചെയ്യേണ്ടത്. അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് പറയും ഇന്നതാണ് ഇതിന്റെ പ്രോസ്, ഇന്നതാണ് ഇതിന്റെ കോൺസ് വരുന്നത്, ഇത് ചെയ്യുന്ന വഴി ഇന്ന കോൺസ് ഉണ്ടാവുന്നു, ഇതിന്റെ സ്കോപ്പ് ഇത്രയുണ്ട്. അപ്പൊ നമുക്കൊരു കരിയർ ഷിഫ്റ്റിന്റെ ഒക്കെ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, ഗൈഡൻസ് ആയിരിക്കും ചിലപ്പോൾ എടുക്കുന്നുണ്ടാവും. അതല്ലെങ്കിൽ ഒരു പുതിയൊരു കോഴ്സ് എടുക്കാൻ പോകുന്നു, ഗൈഡൻസ് ആയിരിക്കും. സോ ഗൈഡൻസ് ഈസ് ഇൻഫോർമേഷൻ. കൗൺസിലിംഗ് പക്ഷെ എന്താണ്, കുറച്ചും കൂടെ തെറാപ്യൂട്ടിക് ആണ്. ഇനി ഗൈഡൻസ്, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ബാക്കിയുള്ളവർക്ക് തെറ്റായിരിക്കില്ലേ? അപ്പൊ നോക്കി, ഗൈഡൻസ് ഡീൽസ് വിത്ത് ഡീപ്പർ ഇമോഷണൽ ഇഷ്യൂസ് ആണോ? നമുക്കൊരു വലിയ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഒരു ഡീപ്പർ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് നമ്മൾ ഗൈഡൻസ് എടുക്കാനാണോ പോവുക? അല്ലല്ലോ, നമ്മളപ്പോൾ കൗൺസിലിംഗ് ആണ് എടുക്കുന്നുണ്ടായിരിക്കുക. കൗൺസിലിംഗ് ഇസ് ഡയറക്റ്റീവ് വൈൽ ഗൈഡൻസ് ഈസ് നോൺ ഡയറക്റ്റീവ്. തെറ്റാണല്ലേ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കേണ്ടതാണ് അല്ലെ? ഗൈഡൻസ് കുറച്ചും കൂടി ഡയറക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലാണ്, നമ്മൾ ഇന്നതാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഇന്നെ ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് ഗൈഡൻസ് പറയുന്നതായിരിക്കാം. എന്നാൽ കൗൺസിലിംഗിലേക്ക് വരുന്ന സമയത്ത് എന്തായിരിക്കും, അത് നോൺ ഡയറക്റ്റീവ് ആവാനാണ് ചാൻസസ്. നമ്മൾ ഫോഴ്സ്ഫുള്ളി അവരെ കൊണ്ട് ചെയ്യിക്കുക എന്നുള്ളതോ, അല്ലെങ്കിൽ നമ്മൾ ഇന്നത് ചെയ്യൂ എന്ന് പറയുന്നതിനപ്പുറം അവരുടെ കപ്പാസിറ്റീസ് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അവരുടെ കപ്പാസിറ്റീസ് കൂട്ടിക്കൊണ്ടുവരിക, എൻഹാൻസ് ചെയ്യുക എന്നുള്ളതായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ടായിരിക്കുക. സോ ഓപ്ഷൻ ബി ഇസ് കറക്റ്റ് ആൻസർ. ഓക്കെ, സെറ്റ് അല്ലേ? അത് ജസ്റ്റ് നമ്മുടെ തെറ്റാണെങ്കിൽ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഈ തമ്പ് ഡയറക്റ്റ് പറയുന്നതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കില്ലേ എന്റെ വോയിസ് ബ്രേക്ക് ആയിട്ടില്ലല്ലോ, കറക്റ്റ് അല്ലേ, നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നൊക്കെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ തമ്പിടാൻ പറയുന്നത്. ഓക്കെ, വിച്ച് ഈസ് നോട്ട് എ കോർ കണ്ടീഷൻ ഓഫ് റോജേറിയൻ പ്രിൻസിപ്പൽ. നിഷാന സോ ഫാസ്റ്റ്. നോട്ടാണേ, ശ്രദ്ധിക്കണം കേട്ടോ. നോട്ട് എ കോർ കണ്ടീഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൾ റോജേഴ്സിന്റെ കൗൺസിലിംഗ് അല്ലെങ്കിൽ കാൾ റോജേഴ്സ് ക്ലൈന്റ് സെന്റേഡ് നമുക്ക് അറിയുന്നതാണ്. അതിന്റെ കോർ കണ്ടീഷൻ അല്ലാത്തത് ഏതാണ്? അറിയുന്നതാണ്. 3 കോർ കണ്ടീഷൻസ് ആണ് പുള്ളി പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. കോൺക്രുവൻസ് പറഞ്ഞിട്ടുണ്ട്, എംപതി പറഞ്ഞിട്ടുണ്ട്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. കോൺക്രുവൻസ് അല്ലെങ്കിൽ ജെനുവിൻനെസ് എന്ന് പറഞ്ഞ് കാണൂട്ടോ, നിങ്ങൾ അത് തെറ്റാണെന്ന് വിചാരിക്കരുത്. ജെനുവിൻനെസ് കണ്ടു കഴിഞ്ഞാലും വിചാരിക്കുക കോൺഫിഡൻസ് ഫ്ലാഷ് ഇട്ടിട്ട് എപ്പോഴും അതിന്റെ കൂടെ ജെനുവിൻനെസ്സും കൂടെ പാക്ക് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. സോ തെറ്റാണെന്ന് വിചാരിക്കരുത് കേട്ടോ ജെനുവിൻനെസ് കണ്ടു കഴിഞ്ഞാൽ. സോ കോൺഫിഡൻസ് അല്ലെങ്കിൽ ജെനുവിൻനെസ്, എംപതി വരുന്നുണ്ട്, അൺകണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ്. ഓക്കെ, അതിൽ വരാത്ത ഏതാ? ഇന്റർപ്രിട്ടേഷൻ. ഇന്റർപ്രിട്ടേഷൻ ഇസ് നോട്ട് എ കോർ കണ്ടീഷൻ പ്രപ്പോസ്ഡ് ബൈ റോജേറിയൻ അല്ലെങ്കിൽ കാൾ റോജേഴ്സ്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, തെറ്റല്ലേ അത്? ഓക്കെ, സെറ്റാ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ബിഹേവിയർ കൗൺസിലിംഗ് റീഇൻഫോഴ്സ്മെന്റ് ഈസ് യൂസ് ടു. ബിഹേവിയർ കൗൺസിലിംഗില് റീഇൻഫോഴ്സ്മെന്റ് എന്തിനാ യൂസ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ബെസ്റ്റ് ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി. ഓ, സനുജ ഫാസ്റ്റ് ആണ്, ബിയിലേക്ക് എത്തിയിട്ടുണ്ട്. ബെസ്റ്റ് ആൻസർ ആണ് കണ്ടുപിടിക്കേണ്ടത്.
നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് വായിക്കുന്ന സമയത്ത് തോന്നിയേക്കാം ഇത് നടക്കുന്നില്ല എന്നുള്ളത് തോന്നാം, നടക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എന്തിനാന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ശരി. എന്തൊക്കെ പറഞ്ഞിട്ടുള്ള അൺകവർ അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സ് ആണോ? അൺകോൺഷ്യസ് കോൺഫ്ലിക്ട്സിനെ അൺകവർ ചെയ്യുന്നു, അത് കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യുന്ന ഏതാ? സൈക്കോ അനലറ്റിക്കലാണ്, നമുക്കറിയാം. മോഡിഫൈ മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സ് അല്ലെ, മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് തുടങ്ങിയ സമയത്ത് നമ്മളൊരു മാലഡാപ്റ്റീവ് തോട്ട് പാറ്റേൺസിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തിലാ പറഞ്ഞത്? നമ്മൾ കോഗ്നിറ്റീവ് കൗൺസിലിംഗിന്റെ ഭാഗമായിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. സോ മാലഡാപ്റ്റീവ് ബിഹേവിയേഴ്സിനെ ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏതിൽ ശ്രമിക്കുക? ബിഹേവിയർ കൗൺസിലിംഗിന് ശ്രമിക്കുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പം മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയേഴ്സിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. സോ ബി ആണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി ഇന്റർപേഴ്സണൽ ഇഷ്യൂസിനെ റിസോൾവ് ചെയ്യുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബിഹേവിയർ കൗൺസിലിംഗിൽ ഇന്റർപേഴ്സണൽ ഇഷ്യൂസ് റിസോൾവ് ആവുന്നില്ലേ? റിസോൾവ് ആവുന്നുണ്ട്, പക്ഷെ അതിന്റെ കോർ ഫോക്കസ് എങ്ങനെയാണ്? ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നത് വഴിയായിരിക്കും ഇന്റർപേഴ്സണൽ ഇഷ്യൂസ് സോൾവ് ആയി പോകുന്നുണ്ടായിരിക്കുക. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മാലഡാപ്റ്റീവ് ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുവഴി ഉണ്ടാവുന്ന ഒരു ഔട്ട്കം ആയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇന്റർപേഴ്സണൽ ഇഷ്യൂസ് റിസോൾവ് ആവുന്നത്. ഓക്കെ, എൻഹാൻസ് എക്സിസ്റ്റൻഷ്യൽ അവയർനെസ് അതുമല്ല എന്നുള്ളത് നമുക്കറിയാം. സോ എന്താ വരുന്നത്? മോഡിഫൈ മാലഡാപ്റ്റീവ് ബിഹേവിയർ ആണ് അതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ക്ലിയർ അല്ലേ ഗൈസ്? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A client expressing anger towards the counselor due to past unresolved issue with a parent is an example of. എന്തിന്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിച്ചിരിക്കുന്നത്? സി വന്നിട്ടുണ്ട്, ട്രാൻസ്പെറൻസ്. സി, ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ക്ലയന്റ് എന്ത് ചെയ്യുന്നു? കൗൺസിലർ, അതായത് ക്ലയന്റിന്റെ പാസ്റ്റിലുള്ള അല്ലെങ്കിൽ ക്ലയന്റിന്റെ പാസ്റ്റ് ലൈഫിലുള്ള അല്ലെങ്കിൽ കഴിഞ്ഞു പോയെന്ന് വെച്ചാൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ലൈഫിന് മുന്നേ ഉണ്ടായിട്ടുള്ള ഒരു അൺറിസോൾവ്ഡ് ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂ പാരന്റുമായിട്ടുള്ള ഒരു ഇഷ്യൂ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് എന്ത് ചെയ്യുന്നു? ആ പാരന്റിനോടുള്ള ക്ലയന്റിന്റെ പാരന്റിനോട് ഒരു പെർട്ടിക്കുലർ ആങ്കർ ഉണ്ടായിരുന്നു. ആ ആങ്കർ എന്ത് ചെയ്യുന്നു? കൗൺസിലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ കൗൺസിലറോട് എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് വിചാരിക്കാം. ആ ഒരു കണ്ടീഷൻ നമ്മൾ പെർട്ടിക്കുലർലി എന്താ പറയുന്നത്? ട്രാൻസ്ഫറൻസ് എന്നാ പറയുന്നത്. പെർട്ടിക്കുലർ ഇമോഷൻ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ കൗൺസിലറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഒരുപാട് കേസസ് നടക്കുന്നതല്ലേ? ഇപ്പോ നമ്മൾ പറയുന്നതാണ് ക്ലയന്റിനെ എന്ത് ചെയ്യുന്നു? ക്ലയന്റിന്റെ ഫാദറിനോടോ മദറിനോടോ മുന്നേ ഉണ്ടായിരുന്ന ഒരു പെർട്ടിക്കുലർ ഒരു ഒരു ഇമോഷണൽ ഫീലിംഗ് ആയിരിക്കാം. ചിലപ്പോൾ അത് ഭയങ്കര സ്നേഹത്തിന്റെ ആയിരിക്കും, ഡിപ്പെൻഡൻസിന്റെ ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കാം, ചിലപ്പോൾ ആങ്കർ ആയിരിക്കാം. സെഷൻ നടക്കുന്ന സമയത്ത് കൗൺസിലർ ആണ്, അല്ലെങ്കിൽ കൗൺസിലറിനോട് ആ ഫാദർലി ക്യാരക്ടർ കൗൺസിലർക്ക് കൊടുക്കുകയും കൗൺസിലറിലേക്ക് ആ പെർട്ടിക്കുലർ ഇമോഷൻസ് പ്രൊജക്ട് ചെയ്യാൻ തുടങ്ങുന്നു, അല്ലെങ്കിൽ കൗൺസിലറിലോട്ട് ആ പെർട്ടിക്കുലർ ഇമോഷൻസ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു? ആ റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ തെറാപ്യൂട്ടിക് സെഷൻ മോശമാവുകയാണ് ചെയ്യുന്നത്, അല്ലേ? സോ അതാണ് എന്ത് വരുന്നത്? ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ഇതേ സംഭവം ഉൾട്ട നടക്കുമ്പോഴാണ്, ക്ലയന്റിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ കൗൺസിലറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൗണ്ടർ ട്രാൻസ്ഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റ് അല്ലേ അത്? സി. അടുത്ത നോക്കി, എ ബി സി മോഡൽ. ABC model is associated with B പറഞ്ഞിട്ടുണ്ട്, REBT, Rational Emotive Behavior Therapy. സനോജ് ബി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ബി പറഞ്ഞിട്ടുണ്ട്. ഗുഡ്. ശരി, ABC മോഡൽ ഫുൾ ഫോം എന്താന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല, ഇതിന്റെ ഒരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് നമുക്ക് അതിന്റെ അത് പറയാം കേട്ടോ. ABCയുടെ ഫുൾ ഫോം എന്താന്നുള്ളത് അപ്പൊ നമുക്ക് ചോദ്യത്തിൽ നോക്കാം. ABC മോഡൽ ഈസ് അസോസിയേറ്റഡ് വിത്ത്, ഏത് പെർട്ടിക്കുലർ ഇതുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ABC വരുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം REBT ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് വരുന്ന റാഷണൽ ഇമോട്ടീവ് ബിഹേവിയർ തെറാപ്പി എന്നാണ് പറയുന്നത് കേട്ടോ. ഇനി ഞാൻ പറയാണ്, CBT അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നുള്ള ഒരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ടെന്ന് വിചാരിക്കും. അപ്പൊ REBT ഇല്ല, മറിച്ച് CBT ആണെങ്കിലും ആ ഉത്തരം ശരിയാണ് കേട്ടോ. CBTയിലും അല്ലെങ്കിൽ CBT കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലും നമ്മൾ ABCനെ കുറിച്ച് പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. REBT മാത്രമല്ല, CBTയിലും നമ്മൾ ABC ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ,
അപ്പൊ REBT ആണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പോൾ കോഗ്നിറ്റീവ് REBT ഇല്ല, CBT ആണ് ഓപ്ഷനിൽ കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അതും ശരിയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, സെറ്റ് അല്ലേ ഇത്? ഓക്കെ, ഇനി എക്ലറ്റിക് കൗൺസിലിംഗിന്റെ ഒരു കീ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എക്ലറ്റിക് കൗൺസിലിംഗിന്റെ കീ ഫീച്ചർ എല്ലാവരും എക്ലറ്റിക് കൗൺസിലിംഗിന്റെ ബി പറഞ്ഞിട്ടുണ്ട്. കമ്പൈനിങ് തിയറീസ് ബി ആൻഷാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വേറെ ഏതെങ്കിലും ആൻസർ ആരെങ്കിലും പറയുന്നുണ്ടോ? ഒരു എല്ലാവരും ആൻസർ പറയുന്നുണ്ട്. ഓക്കെ, ശരി. എന്താ വെച്ചിരിക്കുന്നത്? എക്ലറ്റിക് കൗൺസിലിംഗിന്റെ ഒരു കീ ഫീച്ചർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് വൺ തിയറി, ഒരു പെർട്ടിക്കുലർ തിയറിനെ മാത്രം റിലൈ ചെയ്ത് പോകുന്നു, അതല്ല എക്ലറ്റിസം എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഒന്നിൽ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ എക്ലറ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. സോ ആ ഒരു കീവേഡ് ആയിട്ട് വരുന്ന ഏതാണ്? കമ്പൈൻ തിയറി ബേസ്ഡ് ഓൺ ക്ലൈന്റിന്റെ നീഡിനെ ബേസ് ചെയ്താണ് മനസ്സിലാക്കണം. കൗൺസിലറിന്റെ ഹലോ, ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ശരി, എന്താ പറഞ്ഞിരിക്കുന്നത്? എക്ലറ്റിക് കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതാണ് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഒരു തിയറിനെ മാത്രം യൂസ് ചെയ്തിട്ട് പോകുന്നതിനല്ല നമ്മൾ എക്ലറ്റിക് എന്ന് പറയുന്നത്. ഈ എക്ലറ്റിക്കിൽ അതേപോലെ ഓർത്ത് വെക്കേണ്ട ഒരു സംഭവമാണ് ക്ലൈന്റിന്റെ നീഡാണ് നമ്മൾ അവിടെ നോക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ക്ലൈന്റിന്റെ നീഡ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കമ്പൈനിങ് നടത്തുന്നത്. അല്ലാതെ കൗൺസിലറുടെ കൺവീനിയൻസിനല്ല കമ്പൈനിങ് നടത്തുന്നത്. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ എനിക്ക് ഒന്ന് രണ്ട് തിയറീസ് അല്ലെങ്കിൽ ഒന്ന് രണ്ട് അപ്രോച്ചുകൾ എനിക്ക് കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. പക്ഷെ ഞാൻ ഓക്കെ ക്ലൈന്റിന് കിട്ടിയതല്ലേ പരീക്ഷിച്ചേക്കാം എന്ന് വിചാരിച്ച് പരീക്ഷിക്കാൻ നിൽക്കുന്നതല്ല. ക്ലൈന്റിന്റെ ആ ഒരു പെർട്ടിക്കുലർ നീഡ് നമുക്ക് ഒരു പെർട്ടിക്കുലർ തിയറി വെച്ചിട്ടോ അപ്രോച്ച് വെച്ചിട്ടോ നമുക്ക് എന്ത് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ആ ഒരു സാഹചര്യത്തിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക, മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓർത്ത് വയ്ക്കുക, ബേസ്ഡ് ഓൺ ക്ലയൻസ് നീഡാണ്. ക്ലയന്റിന്റെ നീഡിനെ ഫേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ അത് ചെയ്യുന്നുണ്ടായിരിക്കുക. അല്ലാതെ നമ്മളുടെ കൺവീനിയൻസിന്റെ പുറത്തല്ല നമ്മൾ അത് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അല്ലെങ്കിൽ അത് സോൾലി എന്താ പറയാ കൗൺസിലർക്ക് ഇത് യൂസ് ചെയ്യാൻ വേണ്ടി അറിയാം അതുകൊണ്ട് യൂസ് ചെയ്തു എന്നുള്ളൊരു സംഭവമല്ല, ക്ലയന്റിന്റെ നീഡ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, ആ ഒരു കീവേഡിനാണ് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ, നിങ്ങൾ അത് ഓർത്ത് വെക്കണേ. സോ കമ്പൈനിങ് തിയറീസ് ബേസ്ഡ് ഓൺ ക്ലയൻസ് നീഡ്. സെറ്റ് അല്ലേ അത്? ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, ഇനി REBT ബേസ് ചെയ്തിട്ട് തന്നെയാണ്. In REBT, the ABC model is widely used to understand emotional disturbances. What is the correct full form of ABC in this model? ഞാൻ ഈ ഒരു ചോദ്യം ഉള്ളതുകൊണ്ടാണ് അവിടെ ABCന്റെ ഫുൾ ഫോം പറയുന്നത് കേട്ടോ. അവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പം കിട്ടിയാലോ, ഞാൻ കിട്ടരുത് നിങ്ങൾക്ക്. കിട്ടുന്നുണ്ടോ നോക്കിയാൽ? ABC മോഡലിന്റെ ABC ഒരു അക്രോണിം ആണെന്ന് നമുക്കറിയാലോ. ബിയും സി എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എഫക്ട് ബിഹേവിയർ കോഗ്നിഷൻ ആണോ, ഏജന്റ് ബിഹേവിയർ കോൺസിക്വൻസ് ആണോ, ആക്ടിവേറ്റിംഗ് ഇവന്റ് ബിലീഫ് കോൺസിക്വൻസ് ആണോ, ആക്ഷൻ ബിലീഫ് കറക്ഷൻ ആണോ? ബി പറയുന്നുണ്ട് ഏജന്റ് ബിഹേവിയർ. ഡി പറയുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനത്തെ ആൻസർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആട്ടോ. എല്ലാവരും ഒരു ആൻസർ പറയുന്നതിനേക്കാ. എ പറയുന്നുണ്ട്. എല്ലാ ഓപ്ഷനും ആയല്ലെന്ന്. ABC എല്ലാം ഉണ്ടല്ലോ. ശരി, നമ്മൾ ABC ടെക്നിക്ക് എല്ലാവർക്കും അറിയുന്നതായിട്ട് വിചാരിക്കുന്നു. ABC മോഡൽ നമ്മൾ എപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, REBTന്റെ ഭാഗമായിട്ടൊക്കെ പറഞ്ഞാണ്. ABC നമ്മൾ ABC ആക്ച്വലി വരുന്നത് എ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സി എന്ന് പറയാം. സി എന്ന് പറയുന്നത് കോൺസിക്വൻസ് ആണ്. കോൺസിക്വൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സംഭവം നടന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ആ ഒരു
റിയാക്ഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ആയിട്ടുണ്ടായ ഔട്ട്കമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കോൺസിക്വൻസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഒരു വ്യക്തി വന്ന് ചൂടായി എന്ന് വിചാരിക്കാം. ഇപ്പൊ നിങ്ങളുടെ ബോസ് നിങ്ങളോട് ചൂടായി എന്ന് വിചാരിക്കും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന് അസ്യൂം ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഫാക്കൽറ്റി നിങ്ങളോട് ചൂടായി എന്ന് വിചാരിക്കുക. ഈ ഒരു ചൂടാവുന്ന സമയത്ത് നിങ്ങൾ തിരിച്ച് ആ ഫാക്കൽറ്റിയോട് ചൂടാവുകയാണെന്ന് വിചാരിക്കുക. ആ ഒരു കോൺസിക്വൻസ് ആണ് അവിടെ സംഭവിക്കുന്നത്. അതായത് ഒരു ഇവന്റ് ഉണ്ടായി. ആ ഇവന്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കോൺസിക്വൻസ് കോൺസിക്വൻസ് എന്ന് പറയുന്നത് നിങ്ങൾ തിരിച്ച് ചൂടാവുന്ന കരയുന്നു. എന്താണ് ഒരു പെർട്ടിക്കുലർ സംഭവം നടക്കുന്നത് അതിനാണ് കോൺസിക്വൻസ് എന്ന് പറയുന്നത്. ഇനി എന്നുള്ളതാണ് എന്ത് എന്ന് പറയുന്നത് ആക്ടിവേറ്റിംഗ് ഇവന്റ് ഇവന്റ് അതാണ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത് ആ ഒരു ഇവന്റിനെ ട്രിഗർ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ബിലീഫ് ആണ് അടുത്തത് വരുന്നത്. നമ്മൾ ആക്ച്വലി ഈ ഒരു തെറാപ്പിയിൽ ചെയ്യുന്നുണ്ടാക്കിയ BC കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സംഭവമാണ്. അതായത് ബിലീഫും കോൺസിക്വൻസും നമ്മളുടെ ഒരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായത് കോൺസിക്വൻസ് എന്ന് പറയുന്നത് ആക്ടിവേറ്റിംഗ് ഇവന്റുമായിട്ടല്ല കണക്ട് ചെയ്തിട്ടുള്ളത്, മറിച്ച് ബിലീഫ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. അതാണ് ബേസിക്കലി ABC ടെക്നിക്കിന്റെ സംഭവം. നമ്മൾ അവിടെ തിരിച്ച് ചൂടായതോ അല്ലെങ്കിൽ നമ്മൾ അവിടെ കരഞ്ഞതോ എന്തോ നടന്നോ അല്ലെങ്കിൽ നമ്മൾ ഡെസ്പ് ആയതോ ആ ഒരു കോൺസിക്വൻസ് അവിടെ ഉണ്ടായത് ഒരിക്കലും ആ ഒരു ആക്ടിവേറ്റിംഗ് ഇവന്റ് കൊണ്ടല്ല, അതുമായിട്ട് റിലേറ്റ് ആയിട്ട് നമ്മളിലുള്ള ബിലീഫ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള തോട്ടിന്റെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വന്നിട്ടുള്ളത് ആ ഒരു കോൺസിക്വൻസ് വന്നിട്ടുള്ളതാണ്. അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അതായത് ബിയും സിയും തമ്മിലാണ് കണക്റ്റഡ്, എയോ ആയിട്ടല്ല കണക്റ്റഡ് എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. അതുവഴി ആ ഒരു പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഹൗ വി ബിലീഫ്, നമ്മളുടെ ഉള്ളിലുള്ള ബിലീഫ് എന്താണ് അതാണ് കോൺസിക്വൻസസിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ് അവിടെ ആക്ച്വലി നടക്കുന്നത്. ഓക്കെ, അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാണ് നമ്മൾ ഈ തെറാപ്പിയിൽ ചെയ്യുന്നുണ്ടായിരിക്കുക. കോൺസിക്വൻസ് ഒരിക്കലും ആക്ടിവേറ്റിംഗ് ഇവന്റിന്റെ ബാക്കിയല്ല, മറിച്ച് ബിലീഫിന്റെ ബാക്കിയാണുള്ളത്. ഞാൻ നിങ്ങളോട് പറയാറുള്ളത് ഈ RBTന്റെയോ അല്ലെങ്കിൽ DBTന്റെയോ അല്ലെങ്കിൽ CBTയുടെ ഒക്കെ വർക്ക്ഷോപ്സ് ഒരുപാട് നടക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഈ ഒരു ഏരിയയിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ അങ്ങനത്തെ വർക്ക്ഷോപ്സ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. വർക്ക്ഷോപ്പ് ഇൻ ദ സെൻസ് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതല്ല, ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരിക്കും. ഓക്കെ, ശരി, അപ്പൊ അത് ക്ലിയർ അല്ലേ? സി ആണ് അതിന്റെ ആൻസർ വരുന്നത്. ആക്ടിവേറ്റിംഗ് ഇവന്റ്, ബിലീഫ്, കോൺസിക്വൻസ് ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, താങ്ക് യു നിഷാന. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Which approach is commonly used in drug addiction rehabilitation to support long-term recovery? Long-term എന്നുള്ള ഓർത്ത് വയ്ക്കുന്നത് long-term recovery and prevent relapse. Long-term റിക്കവറിക്കും റിലാപ്സ് പ്രിവെന്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട്, അതാണ് അതിലെ കീവേഡ്, long-term recovery and prevent relapse. നമ്മൾ ഏത് അപ്രോച്ചാണ് യൂസ് ചെയ്യുന്നത്? അതും ഡ്രഗ് അഡിക്ഷൻ റീഹാബിലിറ്റേഷനിലെ. കിട്ടുന്നുണ്ടോ നോക്കിക്കാം. ഡി പറയുന്നുണ്ട്. നൈസ്. ഒന്നും കൂടെ നിങ്ങൾക്ക് ഒരു ക്ലൂ തരുന്നു. ലോങ് ടേം റിക്കവറിക്കും റിലാപ്സ് പ്രിവെൻഷനും കൂടെ വരുന്നുണ്ട്. റിലാപ്സ് പ്രിവെന്റ് ചെയ്യണം അല്ലെങ്കിൽ റിലാപ്സ് ഉണ്ടാവാതിരിക്കുക എന്നുള്ള സംഭവം കൂടെ വരുന്നുണ്ട്. ഓക്കെ, സി, ബി. ഏതെങ്കിലും ആൻസർ പറയുന്നുണ്ടോ? സി പറയുന്നുണ്ട്. ശരി, ഇതിന്റെ ആക്ച്വലി ആൻസർ വരുന്നത് സി ആണ്. നമ്മൾ എപ്പോഴും അവേർഷൻ തെറാപ്പി നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഡ്രഗ് അഡിക്ഷൻ വരുന്ന സമയത്ത് നമ്മൾ അവേർഷൻ തെറാപ്പി കൊടുക്കുന്നു. പിന്നെ നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ ബിഹേവിയർ വരുന്ന സമയത്ത് നമുക്ക് എന്താണ് നമ്മുടെ അവേർഷൻ തെറാപ്പി ആയിട്ട് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സംഭവം, ആ ഒരു സ്റ്റിമുലസിന് നമുക്ക് ഓർമ്മ വരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു ബിഹേവിയർ ചെയ്യാതിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റ്. നമ്മൾ എപ്പോഴും അവേർഷൻ തെറാപ്പിനെയാണ് ഈ അഡിക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള എന്ത് സംഭവം വരുന്ന സമയത്ത് ആദ്യം എല്ലാവർക്കും ഓർമ്മ വരെ അവേർഷൻ തെറാപ്പിയാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം, ലോങ് ടേം റിക്കവറിക്കും പ്രിവെന്റ് റിലാപ്സ് പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. നമുക്കറിയാം അവേർഷൻ തെറാപ്പിയിൽ എപ്പോഴും അങ്ങനെ റിലാപ്സ് പ്രിവെൻഷൻ ഒന്നും ഉണ്ടാവണമെന്നില്ല. നമുക്ക് പറയുന്ന ഒരു സംഭവം, നമ്മൾ അവേഴ്സൺ തെറാപ്പിയാണ് മുന്നേ ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സംഭവം അത് തന്നെയായിരുന്നു. പക്ഷെ CBT നമ്മൾ എപ്പോഴാണ് കൊടുക്കുന്നത്? കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. നമുക്കൊരു മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ ഉണ്ട്. ആ ബിഹേവിയറിനെ നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് യൂസ് ചെയ്യാനുള്ള ആ ഒരു ബിഹേവിയർ എന്താണ്? ഒരു മാലഡാപ്റ്റീവ് ആയിട്ടുള്ള ബിഹേവിയർ ആണ്. അപ്പൊ നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താണ്? ലോങ് ടേമിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ ബിഹേവിയർ മാറണം. ബിഹേവിയർ മാറിയിട്ടില്ല, നമ്മൾ അവേഴ്സൺ തെറാപ്പി കൊടുത്ത് ക്ലൈന്റിനെ വിട്ട് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
ബാക്ക് ടു സൊസൈറ്റി ചെല്ലുന്ന സമയത്ത് ഇത്തരം സ്റ്റിമുലസുകൾ ഉണ്ടാവുന്ന സമയത്ത് ക്ലയന്റിന് വീണ്ടും ആ ഒരു ബിഹേവിയർ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതല്ലെങ്കിൽ ഒരു ലോങ് ടേം അല്ലെങ്കിൽ ലോങ് റണ്ണിൽ നോക്കുന്ന സമയത്ത് ഈ അവേഴ്ഷന്റെ എഫക്ട് കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു ബിഹേവിയർ തന്നെ ടോട്ടലി ചേഞ്ച് ആക്കി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മാലഡാപ്റ്റീവ് ബിഹേവിയർ ക്ലയന്റിന്റെ ഉള്ളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എന്താണ്, റിലാപ്സ് പ്രിവെന്റ് ചെയ്യാനുള്ള ചാൻസ് അല്ലെങ്കിൽ വീണ്ടും ക്ലയന്റ് റിലാപ്സ് ആവാനുള്ള ചാൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ആ ഒരു ബേസിക്കലാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോങ് ടേം റിക്കവറിയും പ്രിവെന്റ് റിലാപ്സും റിലാപ്സ് പ്രിവെന്റും കൂടെ വരുന്ന സമയത്ത് നമ്മൾ CBT എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം വൈഡ്ലി CBT ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ ഇപ്പൊ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിൽ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ള സംഭവത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കോഗ്നിറ്റീവ് ബിഹേവിയർ രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് അറിയുന്നല്ലേ, അത് കോഗ്നിറ്റീവ് തിയറിയും ബിഹേവിയർ തിയറിയും ക്ലബ് ചെയ്തിട്ടാണ് CBT വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു കൺസെപ്റ്റ് ഒക്കെ അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ശരി. ഇപ്പൊ എന്താ പറയുന്നത്, അങ്ങനെയാണത് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി CBT വരുന്നത് കേട്ടോ. ഓക്കെ, സെറ്റ് അല്ലേ, അത് ഡൗട്ട് ഇല്ലല്ലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇത് കുറച്ച് ബുദ്ധിമുട്ടാവും വിചാരിക്കുന്നു. ബുദ്ധിമുട്ട് ഇൻ ദ സെൻസ് അങ്ങനെയല്ല, ഇതൊരു ഭയങ്കര ഫാക്ച്വൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ഫാക്ച്വൽ ക്വസ്റ്റ്യൻസ് വരും കേട്ടോ. അതായത് നമുക്ക് ഒട്ടും ലോജിക്കലി വിചാരിക്കേണ്ട. PY അഡ്രസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ഓക്കെ, PY ചെയ്തവർക്ക് ഉത്തരം കിട്ടും. മുന്നേ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പ്രൊബേഷനാണോ ഐസിഡിഎസിനാണോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഐസിഡിഎസിനാണെന്ന് തോന്നുന്നു. ICDS, കറക്റ്റ്. അഞ്ജലി എഴുതിയിരുന്നെന്ന് തോന്നുന്നു ICDSന്റെ എക്സാം. എഴുതിയിരുന്നു ICDSന്റെ ഓൾമോസ്റ്റ് ലിസ്റ്റ് ഒക്കെ ആയില്ലേ? യെസ് സാർ, ഓക്കെ, ശരി. ഇതിന്റെ ആൻസർ വരുന്നത് A തന്നെയാണ് വരുന്നത്. ഫാക്ച്വൽ ചോദ്യമാണ്. നിങ്ങൾ അറ്റൻഡ് ചെയ്യാത്തതിൽ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫാക്ച്വൽ ആണ്. ഈ ഒരു പെർട്ടിക്കുലർ കൺസെപ്റ്റ് ഇതൊരു ബുക്കായിട്ട് പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട്. ഈ സൈക്കോളജിക്കൽ ബേർത്തിന് വേണ്ടി പുള്ളിക്കാരത്തിൽ ഒരു ബുക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, മാർഗരറ്റ് മെഹ്ലർ ആണ് വരുന്നത്. അത് ദ ഒബ്ജക്ട് റിലേഷൻ തിയറിസ്റ്റ് ഹു സ്പോക്ക് ഓഫ് ദ സൈക്കോളജിക്കൽ ബർത്ത് ഓഫ് എൻ ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വലിന്റെ സൈക്കോളജിക്കൽ ബർത്തിനെ കുറിച്ചിട്ട് പറയുന്നതാണ് മാർഗരറ്റ് മെഹ്ലർ എന്ന് പറയുന്നത്. അതായത് പാരന്റ്സിൽ നിന്നും സെപ്പറേറ്റ് ആയിട്ട് ഒരു ക്ലൈന്റ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന, ഒരു കുട്ടി ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന ഒരു സംഭവമാണ് ബേസിക്കലി വരുന്നത്. സൈക്കോളജിക്കലി ബർത്ത് ഉണ്ടാവുന്നു എന്നുള്ള സംഭവം. അതായത് ഇൻഡിവിജ്വലിസും അതേപോലെ തന്നെ ആ ഒരു സെപ്പറേറ്റ് ചെയ്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് വളർന്നുകൊണ്ടിരിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഓക്കെ, പാരന്റിൽ നിന്നും മാറിയിട്ട് അത് ക്ലൈന്റ് നമുക്ക് അറിയുന്നല്ലേ, കുട്ടികൾ പാരന്റിൽ നിന്നും മാറിയിട്ട് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതിനെ കുറിച്ച് പറയുന്നതാണ് സൈക്കോളജിക്കൽ ബർത്ത് എന്നുള്ള ഒരു കൺസെപ്റ്റ്. മാർഗരറ്റ് മെഹ്ലർ ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അക്ഷരാണ് ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നമ്മളങ്ങനെ പഠിച്ചിട്ടുള്ള സംഭവം ആയിരിക്കില്ല. വളരെ പഴയ ബുക്കുകളോ അങ്ങനെയൊന്നും അല്ല വരുന്നത്. നമ്മളങ്ങനെ സിലബസിന്റെ ഭാഗമായിട്ടൊന്നും പഠിച്ചു പോകുന്നില്ല. റീസെന്റ് ഉണ്ടാവുന്ന കുറച്ച് സംഭവങ്ങളെ ഫോക്കസ് ചെയ്ത് പറയുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A symptom that suggests that a patient has major depressive disorder rather than normal bereavement is. ഇതും PYQ ആണ്. C ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഇത് കുറച്ചുകൂടെ സുഖമാണ്. അതിനെ ഫസ്റ്റിലല്ല, നിങ്ങൾക്ക് അല്ലാതെ തന്നെ കിട്ടേണ്ടതാണ്. പ്രസൻസ് ഓഫ് ഇനീഷ്യൽ ഇൻസോമിനിയ, presence of terminal insomnia, functional impairment 3 months after the death, weight loss. This is also ICDS PYQ. Yes, ICDSന്റെ PYQ ആണിത്. കിട്ടുന്നുണ്ടോ നോക്കിക്കേ. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഒരു 6-7 ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു അത് PYQ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ICDSന്റെയും പ്രൊബേഷന്റെയും ഒക്കെ എടുത്തിട്ടുള്ളതായിരിക്കും. കിട്ടുന്നുണ്ടോ നോക്കിക്കേ. A പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആൻസർ ആക്ച്വലി C ആണ് വരുന്നത് കേട്ടോ. ഫങ്ഷണൽ ഇമ്പയർമെന്റ് 3 months ആഫ്റ്റർ ദ ഡെത്ത്. അതായത് 3 മാസം ഡെത്ത് നടന്നു. നമുക്കറിയാം ഒരു പേഷ്യന്റ് സജസ്റ്റ് ചെയ്യുന്ന MDD ബെറീമെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നില്ല, ഒരു വിയോഗം എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ബെറീമെന്റ്. ഗ്രീഫ് ആൻഡ് ബെറീമെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ നിങ്ങൾക്ക് അറിയുന്നു വിചാരിക്കുന്നു. അറിയുന്നല്ലേ ബെറീമെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ്? ബെറീമെന്റ് അറിയാത്തവരില്ലല്ലോ. ബെറീമെന്റ്, ഗ്രീഫ് ആൻഡ് ബെറീമെന്റ്, ഒരു ലോസോ അതല്ലെങ്കിൽ സെപ്പറേഷന്റെ ഒക്കെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് ഗ്രീഫ് ആൻഡ് ബെറീമെന്റ് എന്ന് പറയുന്നത്. വിയോഗം, മലയാളത്തിൽ ബേസിക്കലി വിയോഗം എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു സംഭവമാണ്. ആ ഒരു വ്യക്തിയുടെ ലോസിൽ നിന്നും ഉണ്ടായെടുക്കുന്ന ആ ഒരു ഗ്രേറ്റ് സോറോ, അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോറോ ആൻഡ് ഗ്രീഫ് ആൻഡ് ബെറീമെന്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ്. അതിൽ ബെറീമെന്റ് എന്ന് പറയുന്നത്
ഡെത്തുമായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഡെത്തുമായിട്ട് ഉണ്ടാവുന്നതാണ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ ഫങ്ഷണൽ ഇമ്പയർമെന്റ് 3 months ആഫ്റ്റർ ദ ഡെത്തിന് ശേഷം മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും പറയുന്ന കണ്ടീഷനാണ്. ഇപ്പൊ നിങ്ങൾ ഒരു ദിവസം ഭയങ്കര ഡൗൺ ആയിട്ടിരുന്നു, അല്ലെങ്കിൽ 2 ദിവസം ഭയങ്കര ഡൗൺ ആയിട്ടിരുന്നു. യൂഷ്വലി ഒരു ഡെത്ത് ഉണ്ടായി കഴിഞ്ഞാൽ എപ്പോഴും നടക്കുന്ന സംഭവമാണ് 2-3 ദിവസം അല്ലെങ്കിൽ ലോസ് ഉണ്ടാവുമ്പോൾ 2-3 ദിവസത്തേക്ക് എല്ലാവരും എന്തായിരിക്കും ഡൗൺ ആയിട്ടിരിക്കും. പക്ഷെ അതെല്ലാം എന്താവണമെന്നില്ല, മേജർ ഡിപ്രസീവ് ഡിസോർഡർ ആവണമെന്നില്ല. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയുന്നതല്ലേ. അപ്പൊ പേഴ്സിസ്റ്റന്റ് ആയിട്ട് ഇത് നിലനിന്ന് പോകുന്നുണ്ട്. ഫങ്ഷണൽ ഇമ്പയർമെന്റ് മരണം കഴിഞ്ഞ് 3 മാസത്തിനപ്പുറം ആ ഒരു ഫങ്ഷണൽ ഇമ്പയർമെന്റ് അതേപോലെ നിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുന്നത്, MDD ആവാനുള്ള ചാൻസസിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു വീക്ക് ഒരാൾ ഡൗൺ ആയിട്ടിരുന്ന ഒരു ലോസിന്റെ ഭാഗമായിട്ട് എന്ന് വെച്ചാൽ അതപ്പോ തന്നെ ഡിപ്രഷൻ ആണെന്ന് വിചാരിക്കരുത്. കാരണം ഒരു ടൈം ഫ്രെയിം പറയുന്നുണ്ടല്ലേ നമ്മൾ അതിൽ ക്ലാസിഫിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത്ര ടൈം ഫ്രെയിമിൽ അല്ലെങ്കിൽ ഇത്ര ഇതില് അപ്സ് ആൻഡ് ഡൗൺസ് പോലും വരാതെ പേഴ്സിസ്റ്റന്റ് ആയിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു കണ്ടീഷൻ നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, സോ ഇതിന്റെ ആൻസർ വരുന്നത് സി ആണ്. ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഫങ്ഷണൽ ഇമ്പയർമെന്റ് 3 months ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞിരിക്കുന്നത്? ഇതിന്റെ കീ ആക്ച്വലി PSC ഇത് തന്നെയായിരുന്നു കീയും കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫങ്ഷണൽ ഇമ്പയർമെന്റ് 3 months ആഫ്റ്റർ ദാറ്റ്. ഓക്കെ, ഇതും വിവരിക്കുകയാണ്. അറ്റ് വാട്ട് സ്റ്റേജ് ഡസ് ഫ്ലൂയിഡ് suggest that a child's focus is on the development of social and academic skills according to his psychosocial stages of development. സൈക്കോസോഷ്യൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് ഏത് സ്റ്റേജിലാണ് സോഷ്യൽ ആൻഡ് അക്കാഡമിക് സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. ഫ്ലൂയിഡിന്റെ സ്റ്റേജസ് അറിയുന്നതല്ലേ? ഓറൽ ഉണ്ട്, ഏനൽ ഉണ്ട്, പിന്നെ ഫാലിക് സ്റ്റേജ് ഉണ്ട്, ലേറ്റൻസി സ്റ്റേജ് ഉണ്ട്, ജെനിറ്റൽ സ്റ്റേജ് ഉണ്ട്. ഏത് സ്റ്റേജിലാ? ഓഡിബിൾ അല്ലേ ഗൈസ്? അല്ലേ? മിണ്ടാതിരിക്കുന്നേ. യെസ്, ഓക്കെ. ആൻസർ പറഞ്ഞേ. ഡി ഡി സി. ഓക്കെ, ഡി പറയുന്നുണ്ട്, സി പറയുന്നുണ്ട്, ഡി പറയുന്നുണ്ട്, ഡി പറയുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ആൻസർ വരുന്നത് ഡി ആണ് കേട്ടോ. ലേറ്റൻസി സ്റ്റേജിലാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ഓറൽ സ്റ്റേജിൽ എവിടെയായിരിക്കും? മൗത്തിലായിരിക്കും നമ്മൾ ആ ഒരു ലിബിഡോ ഫോക്കസ് ചെയ്ത് പറയുന്നതായിരിക്കും. മൗത്തിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഏനൽ സ്റ്റേജിൽ ഏനൽ റീജിയൻ ആയിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതായിരിക്കാം. ഫാലിക് സ്റ്റേജ്, അത് കഴിഞ്ഞ് വരുന്ന ഫാലിക് സ്റ്റേജിലാണ് നമ്മൾ എന്ത് പറയുന്നതായിരിക്കാം? ദ ചൈൽഡ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ മെയിലിനെയും ഫീമെയിലിനെയും ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനൊക്കെ ചൈൽഡ് തുടങ്ങുന്നത് ഫാലിക് സ്റ്റേജിലാണ്. ഫാലിക് സ്റ്റേജിൽ ഓർത്ത് വെക്കുന്ന സംഭവമാണ് നമ്മൾ പറയുന്ന പോലെ ഇലക്ട്രാ കോംപ്ലക്സും ഈഡിപ്പസ് കോംപ്ലക്സും. കൺസെപ്റ്റ് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇലക്ട്രാ കോംപ്ലക്സും ഈഡിപ്പസ് കോംപ്ലക്സും അതെല്ലാം ഫാലിക് സ്റ്റേജിന്റെ അല്ലെങ്കിൽ ഫാലിക് സ്റ്റേജിലാണ് ആ സംഭവം ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ പറയുന്നത്. അത് കഴിഞ്ഞ് ലേറ്റൻസി സ്റ്റേജിൽ വരുന്ന സമയത്ത് എന്താ ഉണ്ടാവുന്നത്? ഇത്തരം ക്ലയന്റിന്റെ അല്ലെങ്കിൽ ക്ലയന്റിലെ ഒരു ചൈൽഡിന്റെ സെക്ഷുവലി അതല്ലെങ്കിൽ അത്തരം ഉണ്ടാകുന്ന സംഭവങ്ങളെല്ലാം ആ ഒരു സമയത്ത് ഡോർമെന്റ് ആയിരിക്കും. ലേറ്റൻസി സ്റ്റേജിൽ ഡോർമെന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ആ ഒരു സമയത്തായിരിക്കും ക്ലയന്റ് അല്ലെങ്കിൽ ചൈൽഡ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? സോഷ്യൽ ആൻഡ് അക്കാഡമിക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരിക്കുക. ഇപ്പൊ ഫാലിക് സ്റ്റേജിൽ ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയുക, ആ ഒരു ഐഡന്റിഫിക്കേഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആ ഒരു സംഭവം പിന്നീട് ലേറ്റൻസി സ്റ്റേജിൽ വരുന്ന സമയത്ത് ഡോർമെന്റ് ആയിട്ട് നിൽക്കുന്നു. ഡോർമെന്റ് ആയി നിൽക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ സോഷ്യൽ ആൻഡ് അക്കാഡമിക് സ്കിൽ. നിങ്ങൾ ചിന്തിച്ചാൽ മതി, ആ ഒരു സമയത്ത് കുട്ടി സ്കൂളിലായിരിക്കും കൂടുതൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നമ്മുടെ ആ ഒരു LP UP ഘട്ടമൊക്കെ സംഭവിക്കുന്ന ഈ ഒരു സമയത്തായിരിക്കും അല്ലെ. അപ്പൊ ആ ഒരു സമയത്ത് എന്താ, നമ്മൾ സോഷ്യൽ ആൻഡ് അക്കാഡമിക് സ്കിൽസ് മെച്ചപ്പെടുത്തുക എന്നുള്ളതിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അത് കഴിഞ്ഞ് ജെനിറ്റൽ സ്റ്റേജിൽ വരുന്ന സമയത്ത് ഒരു അഡോൾസൻ സ്റ്റാർട്ട് ആവുന്നു അല്ലെ. അപ്പൊ അപ്പോഴേക്കും നമ്മൾ ആ സ്കിൽസ് ഒക്കെ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എങ്ങനെയാ വരുന്നത്? ലേറ്റൻസി സ്റ്റേജ് ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ ആ ഒരു ചോദ്യം എന്ന് പറയുന്നത്? നിങ്ങൾക്ക് ആ ഒരു ഈ ഒരു കൺസെപ്റ്റുകൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. ഓരോ സ്റ്റേജിലും എന്താ നടക്കുന്നത് എന്നുള്ളൊരു സംഭവം വരുന്നുണ്ടെങ്കിൽ. ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ നോട്ട്സ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് വായിക്കാം. ജസ്റ്റ് അതിന്റെ ബ്രീഫ് ഉണ്ടായി. ഓറൽ സ്റ്റേജിൽ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, ഏനലിൽ എന്താണ്, ഫാലിക്കിൽ എന്താണ്, ലേറ്റൻസി. ഓറലും ഏനലും നിങ്ങൾക്ക് പിന്നെ അറിയുന്നതായിരിക്കും. ഫാലിക്, ലേറ്റൻസി, ജെനിറ്റൽ എന്നൊക്കെ വരുമ്പോഴാണ് ഡൗട്ട് വരുന്നുണ്ടാവും. ജെനിറ്റലും കിട്ടും, ഫാലിക്കും ലേറ്റൻസി ആയിരിക്കും മേ ബി ചിലവർക്ക് ഇങ്ങനെ ഡൗട്ട് ഉണ്ടായിരിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക എന്താണ് ആ സ്റ്റേജ് നടക്കുന്നത്. ഓക്കെ, ലേറ്റൻസിയിലാണ് സോഷ്യൽ ആൻഡ് അക്കാഡമിക്. ലേറ്റ് ആയിട്ട് സ്കൂളിൽ പോകുന്നു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെക്കുക. സ്കൂളിൽ പോകുന്ന സമയത്താണ് അക്കാഡമിക് സ്കിൽസും സോഷ്യലൊക്കെ ആ സമയത്താണ്. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എറിക്സന്റെ ആണ്. എറിക്സൺസ് തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് posits that failure to successfully navigate this stage can result in difficulty dealing with the later stages. എറിക്സന്റെ തിയറി ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് എന്താ പറയുന്നത്? ഒരു സക്സസ്ഫുള്ളി
ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി പറ്റിയിട്ടില്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഫെയിൽ ആയി എന്ന് വിചാരിക്കുക. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഇനി വരുന്ന സ്റ്റേജുകളെ ഡീൽ ചെയ്യുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നാണ് പറയുന്നത്. ഒരു സ്റ്റേജിൽ നിങ്ങൾ ഫെയിലായി, നിങ്ങൾക്ക് വരാൻ പോകുന്ന സ്റ്റേജിൽ അത് ഡിഫിക്കൽട്ടി ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് സ്റ്റേജ് ഇൻ റിക്സൺ തിയറീസ് പ്രസൻസ് എ കോൺഫ്ലിക്ട് ദാറ്റ് നീഡ്സ് ടു ബി റിസോൾവ് ടു പ്രോഗ്രസ് ഹെൽത്തിലി ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. ഓരോ സ്റ്റേജിലും ഒരു കോൺഫ്ലിക്ട് ഉണ്ടായിരിക്കും, അതിനെ കറക്റ്റ് ആയിട്ട് റിസോൾവ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂ, വളരെ ഹെൽത്തിലി അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിട്ടുന്നുണ്ട് നോക്കിയ PYQ ആണ്, അസേർഷൻ റീസൺ ആണ്. ഞാൻ ആൻസർ കൊടുത്തല്ലേ, സോറി ഗൈസ്. ഓക്കെ, കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, എയും ആറും ട്രൂ ആണ്. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ് വരുന്നത് അല്ലേ. റിക്സന്റെ സ്റ്റേജിൽ നമുക്കറിയാലോ എന്തുണ്ടാവുന്ന, ഓരോ സ്റ്റേജസിൽ നമ്മൾ ട്രസ്റ്റ് വാസസ് മിസ്ട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത് അത് പഠിക്കുന്നുണ്ട് നമ്മൾ ഓരോ സ്റ്റേജിലും അല്ലെ. അപ്പോൾ ആ സ്റ്റേജസിൽ ഓരോ പെർട്ടിക്കുലർ സ്റ്റേജിലും എന്താണ് ഇവന്റ് വരുന്നത് എന്നുള്ളതും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം കേട്ടോ. അങ്ങനത്തെ ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ഓരോ പെർട്ടിക്കുലർ സ്റ്റേജിലും ഏത് ഇവന്റ് ആണ് വരുന്നത്. ഇപ്പൊ ട്രസ്റ്റ് വാസസ് മിസ്ട്രസ്റ്റ് നടക്കുന്നത് ഏത് സ്റ്റേജിലാണ് നടക്കുന്നത്, അതല്ലെങ്കിൽ ഇപ്പൊ ഇനിഷ്യേറ്റീവ് വാസസ് ഗിൽറ്റ് ആണോ വരുന്നത്, ഓട്ടോണമി വാസസ് ഷെയിം ആണോ വരുന്നത്, ഓരോന്നും ഏത് സ്റ്റേജിലാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. നിങ്ങൾ അങ്ങനെ ബൈഹാർട്ട് പഠിച്ചാലും തെറ്റില്ല, അത് കാരണം നിങ്ങൾ മനസ്സിലാക്കണം. അതിനെ ബേസിൽ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പൊ എറിക്സന്റെ സ്റ്റേജിൽ എന്താ പറയുന്നത്, ഓരോ സൈക്കോസോഷ്യൽ ഡെവലപ്മെന്റിലും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ടാസ്ക് വരുന്നുണ്ട്. അത് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്താൽ അടുത്ത സ്റ്റേജിലേക്ക് പോകാൻ വേണ്ടി പറ്റുള്ളൂ. ഇനി അത് സോൾവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, അടുത്ത സ്റ്റേജിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഡിഫിക്കൽട്ടി ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ ഈ ചോദ്യം? ബുദ്ധിമുട്ടുള്ളതല്ലോ. ഓക്കെ, താങ്ക് യു സോറാബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതും PYQ ആണ്. The psychosocial model emphasizes the interplay between individual psychological factors and social environment in understanding client behavior. Reason ആയിട്ട് പറയുന്നത്, this model suggests that social relationship and community context significantly impact mental health and well-being. കിട്ടുന്നുണ്ടോ? ജസ്റ്റ് ആൻസർ ചെയ്യാൻ ശ്രമിച്ചാവുന്ന എളുപ്പമുള്ള ചോദ്യമാണല്ലോ. പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആരെങ്കിലും ആൻസർ ഇതുവരെ പറയാത്തുണ്ടോ? എല്ലാരും പറഞ്ഞിട്ടില്ല ആൻസേഴ്സ്, എല്ലാവരും പറയാൻ ശ്രമിക്കണേ. ജസ്റ്റ് ഒത്തിരി തെറ്റിക്കോട്ടെ, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ആൻസർ പറയാൻ ശ്രമിക്കുക. എ, ഓക്കെ, എല്ലാവരും ആണ് പറയുന്നത്. സോറ ബിബി പറയുന്നുണ്ട്. ഓക്കെ, ശരി. എന്താ പറഞ്ഞിരിക്കുന്നത്? സൈക്കോസോഷ്യൽ മോഡൽ എംഫസൈസ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ സൈക്കോളജിക്കൽ ഫാക്ടർ ആൻഡ് സോഷ്യൽ എൻവയോൺമെന്റ്. ക്ലിയർ അല്ലേ? അത് സൈക്കോ സോഷ്യൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സൈക്കോളജിക്കൽ ഫാക്ടറും വരുന്നുണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സും വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലയന്റിന്റെ ബിഹേവിയർ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് തമ്മിലുള്ള സൈക്കോളജിക്കൽ ഫാക്ടറും സോഷ്യൽ ഫാക്ടറും തമ്മിലുള്ള സോഷ്യൽ എൻവയോൺമെന്റ് തമ്മിലുള്ള ഒരു ഇന്റർപ്ലേനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയാലാണ്, അല്ലെങ്കിൽ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താൽ മാത്രമാണ് ക്ലയന്റ് ബിഹേവിയർ മനസ്സിലാക്കുക എന്നുള്ളതാണ് സൈക്കോ സോഷ്യൽ മോഡലിൽ പറയുന്നത്. ഓക്കെ, ദിസ് മോഡൽ സജസ്റ്റ് ദാറ്റ് സോഷ്യൽ റിലേഷൻഷിപ്സ് ആൻഡ് കമ്മ്യൂണിറ്റി കോണ്ടെക്സ്റ്റ് സിഗ്നിഫിക്കന്റ്ലി ഇമ്പാക്ട് മെന്റൽ ഹെൽത്ത് ആൻഡ് വെൽബീങ്. അതുകൊണ്ടല്ലേ നമ്മളത് പറഞ്ഞ് എന്താ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഈ മോഡലിൽ എന്താ പറയുന്നത്? സോഷ്യൽ റിലേഷൻഷിപ്പ്, ഒരു വ്യക്തിക്ക് അയാളുടെ സമൂഹവുമായിട്ട് ഉണ്ടാവുന്ന റിലേഷൻഷിപ്പുകൾ, അതേപോലെ കമ്മ്യൂണിറ്റി കോണ്ടെക്സ്റ്റുകൾ, കമ്മ്യൂണിറ്റിയിൽ ആ വ്യക്തി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, കമ്മ്യൂണിറ്റി ആ വ്യക്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, കമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ആണോ, തുടങ്ങിയ സംഭവങ്ങളൊക്കെ ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്തിനെ സിഗ്നിഫിക്കന്റ്ലി ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതല്ലേ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ അല്ലേ അത്? ഇപ്പൊ നിങ്ങൾ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ, നിങ്ങളെ സമൂഹം ഒറ്റപ്പെടുത്തിയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കും? ഓക്കെ ആയിരിക്കാനുള്ള ചാൻസസ് കുറവാണ് അല്ലേ? അല്ലെങ്കിൽ സമൂഹത്തിൽ നിങ്ങൾക്ക് ഡിസ്ക്രിമിനേഷൻ നേരിടേണ്ടി വരുന്നു, നിരന്തരം നിങ്ങൾക്ക് സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് അവഗണന നേരിടേണ്ടി വരുന്നു, തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മെന്റൽ ഹെൽത്തിനെ ബാധിക്കും. അത് തന്നെയല്ലേ എന്തിൽ പറഞ്ഞിരിക്കുന്ന സൈക്കോ സോഷ്യൽ മോഡലിൽ പറഞ്ഞിരിക്കുന്നത്? സൈക്കോളജിക്കൽ ഫാക്ടേഴ്സും സോഷ്യൽ എൻവയോൺമെന്റും നമ്മൾ ഇന്റർപ്ലേ വഴിയാണ്, അല്ലെങ്കിൽ അതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ അസേഷനും റീസണും കറക്റ്റ് ആയിട്ടല്ലേ വന്നിരിക്കുന്നത്? ക്ലിയർ ആണോ അത്? തെറ്റല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ഇതിന്റെ ഓപ്ഷൻസ് ഞാൻ ആക്ച്വലി അപ്പുറത്താണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഇതിലെ കറക്റ്റ് ആണ്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഏതാണ് നിങ്ങൾ കണ്ടുപിടിക്കണേ. കുറച്ച് ലെങ്തി സ്റ്റേറ്റ്മെന്റ്സ് ആയതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചേ. Cognitive behavioral counseling in prisons helps inmates identify irrational beliefs and modify maladaptive behaviors linked to criminal activity. Okay, ethical
principles such as confidentiality must be applied strictly without exceptions, even when an inmate poses a risk of harm to others. Okay. Rehabilitation counseling in correctional institutions include preparing inmates for social reintegration, vocational readiness, and coping skills. Person-centered counseling is unsuitable in prison setting because it does not allow inmates to explore personal responsibility or self-growth. കിട്ടുന്നുണ്ടോ നോക്കിക്കേ, ഏതാണ് രണ്ട് ആൻസർ എന്നുള്ള ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് ചെയ്തിടാം, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചാലും മതി. അടുത്ത ഓപ്ഷൻസ് കാണിക്കാം, എ ആണോ ബി ആണോ സി ആണോ ഡി ആണെന്നുള്ളത്. രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു തമ്പിടെ യെസ് ഇടെ എന്തെങ്കിലും ചെയ്യണേ, ലെങ്തി ആയതുകൊണ്ടാണ്. സ്റ്റേറ്റ്മെന്റ്സ് വായിച്ച് നിങ്ങൾ ആൻസർ ഒന്ന് സെറ്റ് ആക്കിച്ചാൽ. ഓക്കെ, അഞ്ജലി ഇട്ടിട്ടുണ്ട്, നിഷാൻ ഇട്ടിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ഇട്ടാൽ നമുക്ക് അപ്പുറത്തേക്ക് പോകായിരുന്നു. ഓക്കെ, ശരി. ഏത് ആൻസർ എന്ന് പറഞ്ഞ് മാർക്കിടാവോ? എ ആണ് പറഞ്ഞിരിക്കുന്നത്, 1ഉം 3 ആണ് പറഞ്ഞിരിക്കുന്നത്. എ. എ ബാക്കിയുള്ളവർ ആൻസർ ചെയ്യുന്നുണ്ടോ? എ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻസർ എ തന്നെയാണ് വരുന്നത്. അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? കോഗ്നിറ്റീവ് ബിഹേവിയർ കൗൺസിലിംഗ് പ്രസൻസ് ഹെൽപ്സ് ഇൻമേറ്റ് ഐഡന്റിഫൈ റാഷണൽ ബിലീഫ്സ്, അല്ലെ? കോഗ്നിറ്റീവ് ബിഹേവിയർ കൗൺസിലിംഗ് CBT എന്നുള്ള സംഭവമാണ്. അത് നമ്മൾ എപ്പോഴും എവിടെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രസൻസിൽ ഇൻമേറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അവരുടെ മാലഡാപ്റ്റീവ് ബിഹേവിയറിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ആ ഒരു ക്രിമിനൽ ആക്ടിവിറ്റി അതുവഴി കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? CBT ഹെൽപ്പ് ചെയ്യുന്നുണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി എത്തിക്കൽ പ്രിൻസിപ്പിൾ സച്ച് ആസ് കോൺഫിഡൻഷ്യാലിറ്റി മസ്റ്റ് ബി അപ്ലൈഡ് സ്ട്രിക്ട്ലി വിത്തൗട്ട് എക്സെപ്ഷൻസ്. തെറ്റല്ലേ അത്? നമ്മൾ കോൺഫിഡൻഷ്യാലിറ്റി പഠിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ എക്സെപ്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ ലൈഫിനോ അതല്ലെങ്കിൽ അയാളുടെ സ്വന്തം ലൈഫിനോ അല്ലെങ്കിൽ മറ്റൊരാളെ ഹാം ചെയ്യാൻ പോവാണ്, ഇത്തരം സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാവുന്ന സമയത്ത് അതല്ലെങ്കിൽ ലീഗൽ അറ്റൻഷൻ കിട്ടുന്ന സംഭവമാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവിടെ കോൺഫിഡൻഷ്യാലിറ്റി ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എത്തിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഈവൺ ഇഫ് ദർ ഈസ് ആൻ ഇന്നേറ്റ് ഹാം അല്ലെങ്കിൽ ഒരു പൊട്ടൻഷ്യൽ റിസ്ക് ഓഫ് ഹാം ഉണ്ടെങ്കിൽ പോലും നമ്മളത് ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, രണ്ട് തെറ്റാണ്. റീഹാബിലിറ്റേറ്റിംഗ് കൗൺസിലിംഗ് ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അല്ലെ? സോഷ്യൽ റീഇന്റഗ്രേഷനും വൊക്കേഷണൽ റെഡിനെസിനും കോപ്പിംഗ് സ്കിൽസിനും വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇനി പേഴ്സൺ സെന്റർഡ് കൗൺസിലിംഗ് ഇസ് അൺസ്യൂട്ടബിൾ. എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് അൺസ്യൂട്ടബിൾ ഇൻ പ്രസന്റ് സെറ്റിംഗിൽ നമുക്കത് സ്യൂട്ടബിൾ അല്ല, അൺസ്യൂട്ടബിൾ ആണ് ആ സാധനം. നമുക്കത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല, ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് അൽവേ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ഒരു എക്സ്പ്ലെയിൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എലിമിനേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് വായിച്ച കിട്ടും. നമുക്ക് പേഴ്സൺ സെന്റർഡ് കൗൺസിലിംഗ് ഒരിക്കലും പ്രസന്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സംഭവം ഇല്ല. നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. പേഴ്സണൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അയാളെ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ട് അയാളുടെ സ്ട്രെങ്ത് മനസ്സിലാക്കിക്കൊണ്ട് അയാളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന സംഭവമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ. ഓക്കെ, സോ 2ഉം 4ഉം വരില്ല എന്നുള്ള നമുക്ക് കിട്ടി. എലിമിനേഷൻ വഴി നിങ്ങൾക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. 2 വരില്ല എന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ കിട്ടി, 4 വരില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ 3 ഓപ്ഷൻ കിട്ടിപ്പോകും. ബാക്കി ഏത് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമേ ആൻസർ വരുള്ളൂ. ഓക്കെ, ക്ലിയർ അല്ലേ? അത് ഡൗട്ട് ഇല്ലല്ലോ? ജസ്റ്റ് ഒരു തമ്പിടാവോ ഡൗട്ട് ഇല്ലെങ്കിൽ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ചോദിക്കുക, അല്ലെങ്കിൽ ഓക്കെ. താങ്ക് യു നിഷാന. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ ആ ചോദിച്ചത് പോയാലും നിങ്ങൾക്ക് ആ ചോദിച്ച ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിടണേ. ഓക്കെ, ശരി. Which counseling approach is most commonly used in correctional institutions to reduce criminal thinking patterns and support behavior change among inmates? എളുപ്പം കിട്ടുന്നതാണെന്ന് വിചാരിക്കുന്നു. ബി. ഓക്കെ, ബി ആണ് പറയുന്നത്. ശരി, ഓക്കെ. നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി നമുക്കറിയുന്ന, നിങ്ങൾ ഒരു കാര്യങ്ങൾ ഓർക്കണേ, ബിഹേവിയറിൽ ചേഞ്ച് മാത്രമല്ല അവിടെ വരുന്നത് എന്നുള്ളത് കേട്ടോ. അതായത് നമുക്കറിയാം, ഇപ്പൊ നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബിഹേവിയർ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ബിഹേവിയർ തെറാപ്പി മാത്രമായിട്ട് തന്നെ വിചാരിക്കരുത്. കാരണം എന്താ, അതൊരു മിക്സ് ആണല്ലേ. കോഗ്നിറ്റീവ് തിയറിയുടെയും ബിഹേവിയർ തിയറിയുടെയും മിക്സ് ആയിട്ട് നമ്മൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് കേട്ടോ. അവിടെ ബിഹേവിയർ അപ്രോച്ച് മാത്രമല്ല കോഗ്നിറ്റീവ് അപ്രോച്ചും കൂടെ വരുന്നുണ്ട് എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് ഓർമ്മ വേണേ. ഓക്കെ, CBT തന്നെയാണ് എന്റെ ആൻസർ വരുന്നത്. ക്രിമിനൽ തിങ്കിങ്ങിനെ റെഡ്യൂസ് ചെയ്യുന്നു, അതേപോലെ തന്നെ ബിഹേവിയറൽ ചേഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രസൻസിൽ യൂസ് ചെയ്യുന്നതാണ്. മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ അത്?
ശരി, എളുപ്പമുള്ള ചോദ്യമായിരുന്നു. അടുത്ത നോക്കിയേ, അസെപ്ഷൻ റീസൺ ആണ്, പി വൈക്യു ആണ്. അക്കോർഡിംഗ് ടു ജീൻ പിയാഷെ, children actively construct their understanding of the world through interacting with their environment. Piaget's theory suggests that cognitive development occurs in a continuous gradual process rather than in distinct stages. ഏതാ കിട്ടുന്നുണ്ടോ നോക്കി ആൻസർ. A is true but R is false എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ബാക്കിയുള്ളവർ എന്തായാലും ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചേ. പി ഒയ്ക്കും ആണ്, നിങ്ങൾ എന്തായാലും റിസ്ക് എടുക്കും തന്നെ വിചാരിച്ചോ. അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കണേ. എ ആണ് പറഞ്ഞിരിക്കുന്നത്. തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ തോട്ട് പ്രോസസ് എങ്ങനെയാണെന്നുള്ളത് ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കണം. അറിയില്ല എന്ന് വെച്ചിരുന്നാൽ നിങ്ങൾ ചിന്തിക്കില്ല. ശരി, ഓക്കെ. എന്താ ചോദിച്ചിരിക്കുന്നത്? ജീൻ പിയാഷെന്റെ ഒരു തിയറിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആ ഒരു തിയറി അറിയുമെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പറ്റുമായിരിക്കും. നോക്കിക്കേ, ചിൽഡ്രൻ ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ദെയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ വേൾഡ് ത്രൂ ഇന്ററാക്ടിങ് വിത്ത് ദെയർ എൻവയോൺമെന്റ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു ജീൻ പിയാഷെ എന്നുള്ള ഒരു പേര് ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ എന്താ നിങ്ങൾ വിചാരിക്കാം? നിങ്ങൾക്ക് സുഖമായിട്ട് കുറച്ചും കൂടി ഉത്തരത്തിലെത്താം. ഇതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ചിൽഡ്രൻ ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ദെയർ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ വേൾഡ് ത്രൂ ഇന്ററാക്ടിങ് വിത്ത് ദെയർ എൻവയോൺമെന്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ജനറൽ ആണ്. ആ പേര് വന്നപ്പോഴാണ് കുറെ പേർക്ക് ഡൗട്ട് ആയിട്ടുണ്ടായിരിക്കുക, ഇയാൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കോ, ഇയാളുടെ ഒരു തിയറി ഇതാണ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആക്ച്വലി ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, അസേഷൻ കറക്റ്റ് ആണ്. അവിടെ ജീൻ പിയാഷെ പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ് അത്. ഇന്ററാക്ടിങ് വിത്ത് ദെയർ എൻവയോൺമെന്റ് ത്രൂ ആണ് എന്ത് ചെയ്യുന്നത്? ചിൽഡ്രൻ ആക്റ്റീവ്ലി കൺസ്ട്രക്ട് ദെയർ അണ്ടർസ്റ്റാൻഡിങ്. അവർക്ക് ചുറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ മനസ്സിലാവുന്നത് അങ്ങനെ തന്നെയാണ്. ഓക്കെ, അടുത്ത നോക്കിയാൽ Piaget's theory suggests that cognitive development occurs in a continuous gradual process rather than in distinct stages. ഡിസ്റ്റിങ് സ്റ്റേജസ് ആയിട്ടല്ല നടക്കുന്നത്, മറിച്ച് കണ്ടിന്യൂസ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ വളരെ ഇങ്ങനെ ഒരു ഒഴുകി പോകുന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഗ്രാജുവലി നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആക്ച്വലി തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിയാഷെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട് തന്നെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എറിക്സൺ പറയുന്ന പോലെ, അതല്ലെങ്കിൽ ഫ്രൂഡ് പറയുന്ന പോലെ കറക്റ്റ് സ്റ്റേജസ് ആയിട്ട് പുള്ളി പറയുന്നുണ്ട്. സെൻസറി മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്ന സ്റ്റേജ് ഉണ്ട്, പ്രീ ഓക്യുപേഷണൽ സ്റ്റേജ് വരുന്നുണ്ട്, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, അതേപോലെ തന്നെ പ്രീ ഓപ്പറേഷൻ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പുള്ളി സ്റ്റേജസ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഡിസ്റ്റിങ് സ്റ്റേജസിലായിട്ടല്ല നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പുള്ളി ആക്ച്വലി സ്റ്റേജസ് പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഓർത്ത് വെക്കാം. നിങ്ങളുടെ എന്താ പറയാ, ആ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ ഉള്ളത് ഓർത്ത് വെക്കാം. പുള്ളി കുറച്ച് സ്റ്റേജസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. നിങ്ങൾ ആ ഒരു സ്റ്റേജിൽ എന്താ ഡീപ്പായിട്ട് അതിലേക്ക് ഡിഗ് ഡൗൺ ചെയ്ത് പോകണമെന്നൊന്നും പറയില്ല. പക്ഷെ എന്താ, നിങ്ങളോട് 4 സ്റ്റേജസ് പുള്ളി പറയുന്നുണ്ട്. ആ സ്റ്റേജസ് എന്താണെന്ന് ജസ്റ്റ് ഒരു 1 ലൈൻ സെന്റൻസിംഗിൽ ഓർത്ത് വെക്കാൻ ശ്രമിക്കാം കേട്ടോ. ക്യാഷടാ, ഓക്കെ, തെറ്റില്ലേ അത്? അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? എ ഇസ് ട്രൂ ബട്ട് ആർ ഇസ് ഫോൾസ് എന്നുള്ള പറയുന്നത്. എന്തുകൊണ്ട് തെറ്റി എന്നുള്ള കിട്ടിയായിരുന്നു നിങ്ങൾക്ക്? പുള്ളി സ്റ്റേജസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ തിയറിനെ ഫോക്കസ് ചെയ്ത് പറയുന്നതാണ് കേട്ടോ. ആ ഒരു പെർട്ടിക്കുലർ തിയറിയിൽ പുള്ളി സ്റ്റേജസ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങൾ ചിന്തിക്കുക കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ഇൻ എ കണ്ടിന്യൂസ് ഗ്രാജുവൽ പ്രോസസ് എന്നുള്ള ഒറ്റ സ്റ്റേറ്റ്മെന്റ് പറയാണ്, ഒരു ഓതറിനെയും പറഞ്ഞിട്ടില്ല, അതല്ലെങ്കിൽ അങ്ങനെയൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. ആ ഒരു കോണ്ടെക്സ്റ്റിൽ അത് ശരിയായിട്ടും വരാം. ഓക്കെ, പക്ഷെ ഇവിടെ എന്താണ്? സ്പെസിഫിക്കലി പുള്ളിയുടെ തിയറിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായി പോകുന്നത്. ക്ലിയർ അല്ലേ അത്? ഞാനാണെങ്കിൽ ഒരു തംസ് ഇടാവോ? പി വൈക്കും ആണ്. ഓക്കെ തന്നെ, ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Which mental health condition is most commonly associated with juveniles in conflict with the law and often requires counseling intervention such as anger management and emotional regulation training? Conduct disorder, schizophrenia, bipolar disorder, dementia. ഇപ്പൊ നമ്മൾ നോക്കിക്കേ,
ഓക്കെ, ബി പറയുന്നുണ്ട്, എ പറയുന്നുണ്ട്, എ പറയുന്നുണ്ട്. ഇത് ആക്ച്വലി കണ്ടക്ട് ഡിസോർഡർ ആട്ടോ വരുന്നത്. നമ്മൾ കുട്ടികൾ അല്ലെങ്കിൽ അഡോളസൻസ് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് സ്റ്റേജിൽ ഭയങ്കര നമ്മൾ എന്താ പറയാ കുറച്ചുകൂടി കോമൺ ആയിട്ട് പറയുന്ന, മോസ്റ്റ് കോമൺലി എന്ന് പറയാം, ഒരു കോമൺ ആയിട്ട് പറയുന്ന ഒരു കണ്ടീഷനാണ് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത്. ഒന്നുമില്ല, അതിന്റെ സിംറ്റംസ് ഒക്കെ ആയിട്ട് നമ്മൾ പറയുന്ന ഭയങ്കര ആങ്കർ അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യം ഉണ്ടായിരിക്കും. റൂൾ ബ്രേക്കിംഗ് ടെൻഡൻസി ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ ചില കുട്ടികൾ അല്ലെങ്കിൽ അഡോളസൻസ് സ്റ്റേജിലൊക്കെ? റൂൾ ബ്രേക്ക് ചെയ്യാനുള്ള ടെൻഡൻസി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഹ്യൂമൻ റൈറ്റ്സിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കാതിരിക്കുക, അതല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ടെൻഡൻസി ഒക്കെ കണ്ടിട്ടില്ലേ, ചില സാധനങ്ങളൊക്കെ തല്ലി പൊട്ടിക്കാനുള്ള ശ്രമം. അതായത് എങ്ങനെയെങ്കിലും ആ ഒരു സോഷ്യൽ നോംസിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളൊരു സംഭവമായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയർ ടെൻഡൻസി കൂടുതലായിരിക്കും ഉണ്ടായിരിക്കുക. അതിനെ നമ്മൾ കണ്ടക്ട് ഡിസോർഡർ എന്നുള്ളതാണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക കേട്ടോ. ഇറ്റ് ഈസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ജുവനൈൽസ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോ. ജുവനൈൽസ് ഇൻ കോൺഫ്ലിക്ട് വിത്ത് ലോയിൽ കോമൺലി നമ്മൾ പറയുന്ന ഒരു സംഭവമാണ് എന്ത് കണ്ടക്ട് ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ അത്? ഡിമെൻഷ്യ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നല്ലോ, ഡിമെൻഷ്യ ഏറ്റവും കൂടുതൽ ആരെല്ലാം കണ്ടുവരുന്നത്? ആർക്കെങ്കിലും പറയാവുന്ന? ഡിമെൻഷ്യ കോമൺലി അല്ല, ഡിമെൻഷ്യ ഏറ്റവും കൂടുതൽ കാണുന്നത് ആരില്ല? ജസ്റ്റ് പറയാൻ വേണ്ടി ശ്രമിച്ചു വന്ന. ഡിമെൻഷ്യ എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ഏത് ഏജ് ഗ്രൂപ്പിലാണ് കാണുന്നത്? ഏജ്ഡ് പീപ്പിളിലാണ് കാണുന്നത്. ഓക്കെ, ഏജ്ഡ് പീപ്പിളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. എൽഡർലി സിറ്റീസ് അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺ, അവരിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കൂടുതലായിട്ട് ഡിമെൻഷ്യ കണ്ടുവരുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്വസ്റ്റ്യൻസിൽ? എൽഡർ, ഓക്കെ, എൽഡർ കറക്റ്റ് ആണ് കേട്ടോ. ഡിമെൻഷ്യ ശരി, കറക്റ്റ് അല്ലേ അത്? ഉണ്ടോ? ആർക്കും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾ ഈ സ്ലൈഡ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, അപ്പൊ സ്ലൈഡ്സ് നോക്കുക. അപ്പൊ ആ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും കൂടെ ക്വസ്റ്റ്യനോ പിന്നെ പറയുകയാണെങ്കിൽ പി വൈക്ക് നിങ്ങൾ ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമിക്കണം. നിങ്ങൾ ഒരു ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ഒരു പി വൈക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ടൈം വെച്ച് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ച് എത്തുന്നുണ്ടോ? നമുക്കറിയാം ബബ്ലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറെ പേർക്ക് ബബിൾ ചെയ്യാൻ തെറ്റിപ്പോകാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ അതൊക്കെ നിങ്ങൾ നോക്കുക, അതിനൊക്കെ ടൈം എടുക്കും. നമുക്കറിയാം ഒരു സാധനം ബബിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് തന്നെ വേണം ഒരു 3 to 5 seconds എന്തായാലും അതിന് വേണം. അപ്പൊ അത്രയും സമയത്തിന്റെ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ ടൈം മാനേജ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എക്സാം പഠിച്ചുകൊണ്ട് മാത്രമായില്ല, എക്സാംസും കൂടെ എഴുതിയും കൂടെ നോക്കണം. അതും കൂടെ നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ശരി, അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തായാലും മൈൻഡ് അപ്പ് ചെയ്യാം, ഡൗട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ. ഓക്കെ, ഓക്കെ, താങ്ക് യു സനോജ.